24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദ ജിമാർട്ട് തമ്മിൽ ബൈ SK. കോവിഡ് നമ്മളെ ഒരുപാട് മാറ്റിക്കളഞ്ഞു. കോവിഡിന്റെ ഒരു സംഭാവനയാണ് ശരിക്കും ഇന്ന് തൊഴിൽ മേഖലയിൽ ഏറ്റവും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വർക്ക് ഫ്രം ഹോം. ഈ വർക്കിംഗ് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ആൾക്കാർ ചോദിക്കും. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, എന്നാൽ അതിനനുബന്ധമായ കുറച്ച് പ്രശ്നങ്ങളുമുണ്ട്. വർക്ക് ഫ്രം ഹോമുമായിട്ട് മുന്നോട്ട് പോകുന്ന IT മേഖല, മറ്റ് മേഖലകളൊക്കെ തന്നെ ഇവിടെ ഒന്ന് വിചാരണ ചെയ്യപ്പെടുകയാണ്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഇവരാണ് ടെക്നോളജി എന്റർപ്രണർ വെബ്കാസ്റ്റിന്റെ ഡയറക്ടർ ജെൻസൺ തോമസ്, IT മേഖലയിലെ ടെക്നോളജി കൺസൾട്ടന്റ് സുരേഷ് കുമാർ K, ഇക്കോഗോ എയുടെ ഫൗണ്ടറും CEOയുമായ അലി സജിൽ, കൊച്ചി ഇൻഫോ പാർക്കിലെ ആബാസ് സോപ്പ് കമ്പനിയുടെ ഫൗണ്ടർ സുജാസ് അലി, ഫെയർകോഡ് ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ചീഫ് ടെക്നോളജി ഓഫീസർ രജിത് രാമചന്ദ്രൻ, കൊച്ചി മെട്രോയുടെ മുൻ IT ഹെഡും മാൻകാൻകോ കമ്പനിയുടെ ഇന്ത്യ ശ്രീലങ്ക IT അസോസിയേറ്റ് വൈസ് പ്രസിഡന്റുമായ സംഗീത് KM, IT എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രയുദ്ധനിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീകുട്ടൻ O രാഘവ്, വർക്ക് ഫ്രം ഹോം എക്സ്പീരിയൻസ് ഉള്ള IIT ഗ്രാജുവേറ്റ് ലീഡ് ടാറ്റ സയന്റിസ്റ്റ് നിവേദ്യ ദൽജിത്ത്, വർക്ക് ഫ്രം ഹോം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള IT പ്രൊഫഷണൽ വിവിൻ ഫ്രാൻസിസ്, സൈക്കോളജിസ്റ്റ് ഡോക്ടർ വാണിദേവി PT, വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ERP നെക്സ്റ്റ് ഡെവലപ്പർ ആൻഡ്രിയ ജെയ്സൺ, ലൈഫ് കോച്ച് ദാമോദർ വേണുഗോപാൽ, വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന വിഷ്ണു രാജേഷ്. ഒരു സാങ്കല്പിക ചോദ്യം ചോദിക്കട്ടെ സുരേഷ് കുമാർ, അതായത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഈ പരിപാടി നടക്കുമായിരുന്നു വർക്ക് ഫ്രം ഹോം? ചിലപ്പോൾ ഇനി ഒരു 10 കൊല്ലം എടുക്കുമായിരിക്കും, ഒരു 20 കൊല്ലം എടുക്കുമായിരിക്കും ഈ ഒരു ആശയം എത്താൻ വേണ്ടി. കാരണം കോവിഡ് വന്ന് കഴിഞ്ഞപ്പോ എങ്ങനെ വീടുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ടെക്നോളജി കമ്പനികൾ ചിന്തിച്ചു തുടങ്ങി. അതേപോലെ പല ബിസിനസ് ഓണേഴ്സും ഇതിനെങ്ങനെ എനിക്ക് റിമോട്ട്ലി വർക്ക് ചെയ്യാൻ പറ്റും പഠിച്ചു തുടങ്ങി. അതിന്നാണ് ഇതിലേക്ക് വന്നത്. താങ്കൾ ഈ വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യുമോ, അതോ ഓഫീസിൽ കൃത്യമായിട്ട് പോയി അവിടെ ഇരുന്ന് വൈകുന്നേരം ഓഫീസ് അടച്ചിട്ട് വരുന്ന പരിപാടി പ്രിഫർ ചെയ്യൂ? അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഞാനൊരു സ്ഥാപനം നടത്തുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യും. എവിടെ വരെ 50%. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്കളിപ്പോ അങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ? എപ്പോഴാ പൊതുവെ മുഴുവൻ സമയം ചിലപ്പോ ഈ ഹൈബ്രിഡ് പരീക്ഷണം വന്നിട്ടുണ്ടല്ലോ, കുറച്ച് ദിവസം ഓഫീസ് കുറച്ച് ദിവസം വീട് അല്ലേ? അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പല ആൾക്കാരും വീട്ടിൽ നിന്ന് ജോലി എന്ന് പറയുന്നത് വീട്ടിലിരുന്നും കിടന്നും ഒക്കെ അങ്ങ് ജോലി ചെയ്യാം. കാരണം അവര് 8 മണിക്കൂറൊന്നും അല്ല, ഒരുപാട് മണിക്കൂർ ജോലി ചെയ്യുന്നു. താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാ? ഞാൻ ജോയിൻ ചെയ്ത ഉടനെ വർക്ക് ഫ്രം ഓഫീസ് ആയിരുന്നു മൊത്തത്തില്. കോവിഡിന് മുമ്പായിരുന്നു. കോവിഡിന് ശേഷം ഈ പറഞ്ഞ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, വർക്ക് ഫ്രം ഹോം ആയി. ഇപ്പൊ ഹൈബ്രിഡ് ആണ്. എന്റെ അഭിപ്രായം എത്ര ദിവസം ഓഫീസിൽ പോകണം? വീക്ക്ലി ഒരു 2 എങ്കിലും പോണം. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ദിവസം എത്ര മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി വരും? നമ്മൾ എത്ര മണിക്കൂർ നമ്മൾ ബ്രേക്ക് എടുക്കും, ഒരുപാട് ബ്രേക്ക് എടുക്കും. താഴെ പോവും, ഡെഡ് ലൈൻ അതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ താഴെ പോകും, ചിലപ്പോൾ കിച്ചണിൽ പോകും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകും. ഇടയ്ക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം നമ്മൾ കൺസ്യൂം ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്റ്റെൻഡ് ആവും രാത്രി വരെ. അതാണ് ഇവിടെ നടക്കുന്നത്. പൊതുവെ ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഏത് പരിപാടിയോടെ താല്പര്യം? വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതാണോ, ഇപ്പം വണ്ടിയൊന്നും കയറാതെ ഓഫീസിൽ പോകാതെ ഏതാ നിങ്ങൾ പ്രിഫർ ചെയ്യുക? കുറെ പേര് ഞാൻ കേട്ടിട്ടുള്ളത് വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യുന്നതാണ്, പക്ഷെ ഞാൻ വർക്ക് ഫ്രം ഓഫീസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണത്? എനിക്ക് ഇച്ചിരി അടിച്ചു പൊളിച്ച് ഇച്ചിരി സോഷ്യൽ നെറ്റ്വർക്ക് അതൊക്കെയാണ് എനിക്ക് താല്പര്യം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ചെയ്യാന്നുള്ളത് മാത്രമല്ലല്ലോ, കുറെ ലേണിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഓഫീസിൽ പോവാണെങ്കിൽ നമ്മൾ പല കോർണേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു കോഫി ബ്രേക്കിന് പോവാണെങ്കിൽ ഒരുപാട് ബ്രെയിൻ സ്റ്റോമിങ് നടക്കും. ചിലപ്പോൾ നമ്മളൊരു കൊളീഗ് നമ്മളടുത്ത് ഒരു ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കും. ചിലപ്പോൾ മാനേജർ വേറൊരാൾക്ക് ഒരു സജഷൻ പറയുമായിരിക്കും, അത് നമ്മൾ ഓവർ ഹിയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവും, അതാണ് സംഭവം. വെബ്കാസ്റ്റിൽ എങ്ങനെയാ, വർക്ക് ഫ്രം ഹോം ആണോ? രണ്ടും നമ്മൾ ആക്ച്വലി ഞാൻ രണ്ടുമല്ല പ്രിഫർ ചെയ്യാം. ആക്ച്വലി 2 ഓപ്ഷൻസും ഉണ്ട് ബേസിക്കലി അല്ലേ. നമുക്ക് 100% വർക്ക് ഫ്രം ഹോമും ഉണ്ട്, 100% വർക്ക് ഫ്രം ഓഫീസും ഉണ്ട്. പക്ഷെ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരു 5 days മാൻഡേറ്ററി ആയിട്ട് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് അതൊരു കോർപ്പറേറ്റ് ടോർച്ചർ ആണെന്ന് പറയാം. കാരണം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇന്ന് കൊച്ചിയിൽ വൈറ്റില വഴിയോ അല്ലെങ്കിൽ പാലാരിവട്ടം വഴിയോ ഒക്കെ ട്രാഫിക്കിലൂടെ കേരളത്തിൽ എവിടെ എടുത്താലും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഈ ട്രാഫിക്കിലൂടെ ഒക്കെ കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് ആളുടെ അടുത്ത് ചോദിച്ചാൽ ആള് പറയും ഈ 5 ദിവസം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആൾക്ക് അതൊരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ഇതിനൊരു സെക്കൻഡ്
ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇതേപോലെ തന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള 100% ഓപ്ഷൻ ഉണ്ട്. അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മളെ ഐസൊലേറ്റ് ചെയ്യിക്കുകയാണ് ബേസിക്കലി. അവിടെ നമുക്കൊരു ഒറ്റപ്പെടൽ ഉണ്ടാവുന്നുണ്ട്. ഒരു ഹോം വീട്ടിലേക്ക് മൊത്തമായിട്ട് ഓഫീസ് പരിവർത്തനം ഒതുങ്ങിയാണ്. അവിടെ ഒരു ഹോം സ്പേസും വർക്ക് സ്പേസ് രണ്ടും ഉണ്ട്, പക്ഷേ ഇത് മിക്സ് ആയി പോകും. എന്നിട്ട് അവര് ലാസ്റ്റ് അവർ കറങ്ങി തിരിഞ്ഞ് അവരൊരു ലിവ് അറ്റ് വർക്ക് എന്നൊരു മോഡിലേക്ക് എത്തുകയാണ് ബേസിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് രണ്ടുമല്ല വേണ്ടത്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമുക്ക് മിഡിൽ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. കാരണം അതാണ് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓഫീസും വീട്ടിലും 2 days ഒരു വീക്കിൽ 2 days ഓഫീസിൽ വർക്ക് ചെയ്യുക, ബാക്കി 3 days വീട്ടിലിരുന്നിട്ട് സുഖകരമായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്കൾ സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, അന്ന് നമ്മുടെ പ്രോഗ്രാം വന്നിരുന്നു അല്ലെ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇത് ശരിക്കും മാനസികമായിട്ട് ചില ആൾക്കാരൊക്കെ പറയുന്ന ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇതിനകത്ത് വർക്ക് ഫ്രം ഹോം തുടങ്ങുന്ന ആളുകൾ വല്ലതും താങ്കൾക്ക് കൗൺസിലിംഗ് നടത്താനോ കൺസൾട്ടൻസിക്കോ ഒക്കെ വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം കോവിഡ് തുടങ്ങിയപ്പോഴാണല്ലോ നമ്മൾ ഈ വർക്ക് ഫ്രം ഹോമിലേക്ക് ഒരു കൾച്ചർ ഷിഫ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഒരുപാട് പേര് ഇത് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാര്യം അവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത്രയും നാളും വീട്ടിലേക്കോ വീട്ടിലുള്ള മനുഷ്യരുമായിട്ടോ സ്പെൻഡ് ചെയ്യാൻ കിട്ടാതിരുന്ന ഒരു എക്സ്ട്രാ ടൈം കിട്ടിയതിന്റെ ഒരു സന്തോഷമൊക്കെ ഒരുപാട് പേരിലുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റിവൈവ് ചെയ്ത് തുടങ്ങി ഒരു നോർമൽ ലൈഫിലേക്ക് നമ്മൾ തിരിച്ച് വന്നു തുടങ്ങിയപ്പോൾ പലർക്കും ഇതൊരു ബാധ്യതയായ അവസ്ഥയായി. കാര്യം ബാധ്യതയാവുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ട് നടക്കാനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ട്. അത് നമ്മുടെ മാനേജ്മെൻറ്റും കൂടെ എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് ഒക്കെ ആകുമ്പോൾ പല ടൈം സോണിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പേഴ്സണൽ ടൈം സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവരും തന്നെ പറഞ്ഞു കേൾക്കാറുണ്ട്. കാര്യം ഇവിടെ ബൗണ്ടറി വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതേസമയം ഇതിനകത്ത് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇവർക്ക് പുറത്തു പോയി ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ഇപ്പം നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഓഫീസിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു വർക്ക് ചെയ്തു, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതൊരു സോഷ്യൽ സ്പേസ് ആണ്. അപ്പോൾ ഒരു മനുഷ്യനെന്ന് പറയുന്നത് എപ്പോഴും ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഇവർക്ക് ഒരുപാട് തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. യന്ത്രമായിട്ട് മുഴുവൻ സമയം ഏറ്റുമുട്ടിയാലേ ആൻഡ്രിയക്ക് എന്താ പ്രശ്നം? എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് കൂടുതൽ ഇഷ്ടം. അതെന്തുകൊണ്ട് ആൻഡ്രിയ? കാരണം നമുക്ക് ഒരു ടാസ്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യും. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിപ്പെൻഡൻ്റ് ആവും. ആൾക്കാരുണ്ട്, കൂടുതൽ സംശയങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കാം, അങ്ങനെയൊക്കെ നമ്മൾ ആൾക്കാരുമായിട്ട് കൂടുതൽ ഡിപ്പെൻഡബിൾ ആവുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് ഓക്കെ ഇത് ഇങ്ങനെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ IQ കുറച്ചുകൂടി വളരുന്നതായിട്ട് എനിക്ക് വർക്ക് ഫ്രം ഹോമിൽ തോന്നി. ഒറ്റപ്പെടൽ, അതായത് നമ്മുടെ വീട്ടില് നമ്മൾ കൂടുതൽ വീട്ടുകാരുമായിട്ട് അവിടെ സമ്പർക്കം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒറ്റപ്പെടലില്ല. പിന്നെ ഇപ്പം സൂം ഇല്ല, സൂം, ഗൂഗിൾ മീറ്റ്, അതുപോലത്തെ പ്ലാറ്റ്ഫോം, സ്ലാക്ക്, അങ്ങനത്തെ ഒക്കെ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് അവർ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഏതാണെന്ന് ഈ ലോഗ് ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നിങ്ങൾ രാത്രി കിടന്നുറങ്ങി അതിരാവിലെ എണ്ണീറ്റ് മെയിൽ വന്നിട്ടുണ്ടോ നോക്കും, കമ്പനി വല്ല ഡയറക്ഷൻ വന്നു നോക്കും, അങ്ങനെയൊക്കെ ഒരുപാട് സമയം പോകും. എന്റെ കമ്പനിയിൽ അങ്ങനെ വർക്ക് പ്രഷർ ഒന്നും ഇല്ല. ഞാൻ വളരെ സമാധാനമായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കമ്പനികൾ ഈ ലോകത്തുണ്ടല്ലേ? ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ടാർജറ്റ് ഉള്ള ആൾക്കാർ, ടാർജറ്റ് ഉള്ള ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ സിആരാ താങ്കളല്ലേ? അപ്പൊ സൂചിപ്പിച്ചതാണോന്ന് ഇപ്പൊ ചോദിക്കാം. ഓക്കെ, രജിത്തിന് ഒരു മാനസിക ഫീലിംഗ് എന്ന് പറഞ്ഞാലേ ഈ വർക്ക് ഫ്രം ഹോം കൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ടോ? നമുക്ക് വർക്ക് ഫ്രം ഹോമിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപോലെ കമ്പനികൾക്കും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമിന്റെ ദോഷം എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഒരു ട്രെയിനിങ് സ്റ്റേജിൽ ഒരു എംപ്ലോയിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വർക്ക് ഫ്രം സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വർക്ക് ഫ്രം ഹോം അയാൾക്ക് പ്രിഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് വർക്ക് ഫ്രം ഹോമിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ 140 പേരുള്ള ഒരു ടീമാണ്. ഞങ്ങൾക്ക് ഒരു 65-70 സ്പേസ് ഉള്ള ഓഫീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആളുകൾ വർക്ക് ഫ്രം ഹോം പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ കോസ്റ്റിനകത്ത് ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും. AC ലാഭിക്കാം, കറണ്ട് ലാഭിക്കാം, അതെ, വാടക ലാഭിക്കാം. അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പം ഈ സിസ്റ്റം കമ്പ്യൂട്ടറൊക്കെ പ്രവർത്തിപ്പിക്കാനും അപ്പൊ അവർക്ക് അത്യാവശ്യം മുറി ലൈറ്റ് വേണം, ഇപ്പൊ അതിന് കുറെ വൈദ്യുതി ചെലവൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ചെലവുകൾ. ഈ ചെലവുകൾ എംപ്ലോയീസ് ആണോ മീറ്റ് ചെയ്യുന്നത്, അതോ നിങ്ങൾ കമ്പനി മീറ്റ് ചെയ്യും? അത് നിലവിൽ നമ്മൾ ഇന്റർനെറ്റ് ചാർജസ് അങ്ങനത്തെ എന്തെങ്കിലും ഇൻസെന്റീവ്സ് അല്ലാതെ വേറെ കറണ്ട് ചാർജ് അങ്ങനത്തെ കാര്യങ്ങൾ
അങ്ങ് പോവും, അതെ 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 തീർച്ചയായിട്ടും അതെ. ഓക്കെ. അപ്പൊ പൊതുവെ ഒരു സന്തോഷപ്രദം ആ കാര്യം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ആളുകളെ അനുസരിച്ചിരിക്കും. അതായത് നമ്മൾ നല്ല പ്രൊജക്ട് മാനേജർമാരുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഫ്രം ഹോമുള്ള സ്റ്റാഫിനെ നന്നായി ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. സാധാരണ പല പ്രശ്നങ്ങളും വർക്ക് ഫ്രം ഹോമുള്ള ഒരുപാട് ദോഷങ്ങൾ ഉണ്ട്. അതായത് ഈ മൂൺ ലൈറ്റിംഗ് പോലുള്ള പരിപാടികൾ ആളുകൾ ചെയ്യുന്നതും നമ്മുടെ കമ്പനി ജോലി ചെയ്യുന്ന ഇവര് ലോഗിൻ ചെയ്ത് നിർത്തിയിട്ട് ഇപ്പം മൊബൈലിലൊക്കെ ലോഗിൻ ചെയ്യാമല്ലോ, നിർത്തിയിട്ട് ഇവർ വേറെ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കല്യാണത്തിന് പോവാണെങ്കിലും ലോഗിൻ ചെയ്ത് നിർത്തിയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും പറ്റിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് കമ്പനിക്കകത്ത് നടത്തുന്നില്ല. എന്തോ എൻ്റെ സൂത്രപ്പണി അത് നമ്മൾ ടാസ്ക് ബേസ് ആയിട്ടുള്ള ഈ പ്രൊജക്ട് മാനേജർമാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വിശ്വാസത്തിലെടുത്ത ഫോൺ ചെയ്ത് ചോദിക്കും ആളുകൾ അവിടെ ഉണ്ടോ? ഇല്ല, അങ്ങനെ തീർച്ചയായിട്ടുള്ള മോണിറ്ററിങ് നടത്തുന്നില്ല. അതാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. അതെ അതെ അതായിരിക്കാം. താങ്കൾക്ക് എന്താ തോന്നുന്നത് ഇതിനെ കുറിച്ച്? അതായത് ഈ വർക്ക് ഫ്രം ഹോം ഇപ്പോൾ ലോകമെമ്പാടും ഉണ്ടല്ലോ അല്ലേ? പൊതുവെ ചില MNC-ലൊക്കെ പൂർണ്ണമായിട്ടും വർക്ക് ഫ്രം ഹോമാണ്. അപ്പൊ ഇതില് ഈ പറഞ്ഞ എല്ലാവരുടെയും ഒപ്പീനിയൻ തന്നെയാണ് എന്റേതും. ഹൈബ്രിഡ് എന്ന് പറയുന്നതാണ് കുറച്ച് പ്രിഫറൻസ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ എന്റർപ്രണർ അല്ലെ ജീവി എന്ന നിലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം എല്ലാവരും ഒന്ന് ഇന്ററാക്ട് ചെയ്ത്, അല്ലാതെ വീട്ടിൽ കുറച്ച് മന്ത്ലി സാലറി വന്നാൽ സ്പെൻഡ് ചെയ്യാനുള്ള വഴി പോലും കാണില്ലല്ലോ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ. അപ്പൊ പുറത്തിറങ്ങി നമ്മുടെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ അതിനൊരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. പക്ഷേ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ ഒരു IT കമ്പനി, എനിക്ക് ഏകദേശം 2000-ഓളം എംപ്ലോയീസ് ഉണ്ട് കൊച്ചിയിലും മുംബൈയിലും ആയിട്ട്. ഈ കമ്പനി എല്ലാവരും കൊച്ചിയിലാണോ? ഇല്ല, ബോംബെയും ചെന്നൈയും കൊച്ചിയിലും. അപ്പോ ഇതിലെ ഒരു ഏറ്റവും സീരിയസ് ആയ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നമുക്കറിയാം ഒത്തിരി ആക്ടുകളൊക്കെ വരുന്നുണ്ട്, പോഷ് ആക്ട്. അപ്പോൾ ഒരു എംപ്ലോയി അവരുടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഓഫീസ്. അപ്പൊ ആ എംപ്ലോയീസിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അങ്ങനെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ? ശരിക്കും ഉണ്ട്. അതിലിപ്പോഴും ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം വീട്ടിലിരുന്ന് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആള് എന്റെ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം എല്ലാ എക്കോസിസ്റ്റവും നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. അപ്പൊ ഇത്തരം നിയമപരിരക്ഷ ഇതുവരെ ഗവൺമെന്റിൽ നിന്ന് വന്നിട്ടില്ല വർക്ക് ഫ്രം ഹോമിനൊരു. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നോർമൽ ലൈഫിൽ പ്രോബ്ലം ഇല്ല. എംപ്ലോയീസിനെ കൊണ്ടു നടക്കുന്ന ആളെന്നല്ലേ ചോദിക്കുക? വലിയൊരു ഭാരമാണല്ലോ തല കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാ താങ്കൾ പ്രിഫർ ചെയ്യുക? ഹൈബ്രിഡ് എന്ന് പറയുന്ന മോഡലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ ഒറ്റവാദി ഉത്തരം പറയാൻ പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിയും കിട്ടും, ഓൺ ദ സെയിം ടൈം സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആൻഡ് കണക്ടിവിറ്റി. ഹൈബ്രിഡ് ആണ് കുറച്ചുകൂടെ ബെറ്റർ പ്രിഫർ ചെയ്യുന്നത്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം ഓഫീസും കുറച്ച് ദിവസങ്ങൾ വീട്ടിൽ വരുന്ന്. പക്ഷെ അതിൽ റിസ്ക് ഉണ്ട്. അതിൽ റിസ്ക് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോ 2 ദിവസം ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് 2 ദിവസമായിട്ട് ഒരു ഹോസ്റ്റൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ അക്കോമഡേഷൻ ഒരു പെർമനന്റ് അക്കോമഡേഷൻ ചെയ്യാൻ പറ്റില്ല. ഈ ട്രാവൽ എന്ന് പറയുന്നത് ജോലി ഡേയുടെ ഇടയിലായിരിക്കും സംഭവിക്കുന്നത്. ഇത്തരം ചലഞ്ചസ് ഒക്കെ എന്താണെങ്കിലും താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാ? വർക്ക് ഫ്രം ഹോം ആണ് നല്ലത്. കാരണം താങ്കൾ കുറച്ചു കാലമായിട്ട് വർക്ക് ഫ്രം ഹോം ആണ്. 6 മാസത്തോളം. എവിടുത്തുകാരനാണ്? ഞാൻ കണ്ണൂരാണ്. അപ്പൊ പൊതുവെ ഇത് കോവിഡ് മുതലാണോ നേരത്തെ തന്നെ വീട്ടിലിരുന്ന്? അല്ലല്ല, അതിന് എനിക്ക് ചില സഹൃദയന്മാര് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പണി തുടങ്ങിയായിരുന്നു. ഓഫീസിൽ പോകാൻ ഭയങ്കര മടിയുള്ളവര്. ഇത് കോവിഡിന് ശേഷം കയറിയിട്ട് ഇപ്പൊ 1 വർഷമായാലും 6 മാസം വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളൂ. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ ആരോഗ്യം നമുക്ക് വീട്ടിലാകുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് ഞാൻ ഇപ്പം കണ്ണൂരിൽ നിന്ന് കൊച്ചിയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഫുഡ് പ്രശ്നം വരുന്നുണ്ട്, അതുപോലെ റൂം, അതുപോലെ കുറെ കാര്യങ്ങൾ പ്രശ്നം. പക്ഷെ വീട്ടിൽ പൈസ ലാഭിക്കാൻ പറ്റും. നമ്മളിപ്പോ ഈ നെറ്റിന്റെ പൈസയൊക്കെ കമ്പനിന്ന് കിട്ടുമോ? അതിൽ തരുന്നുണ്ട്. അത് കിട്ടും. വേറെ എന്ത് കിട്ടും കമ്പനിന്ന്? പോക്കറ്റ് അലവൻസ് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, പോക്കറ്റ് അലവൻസ് ഒന്നുമില്ല ഇതിന്റെ മാത്രം. ഒന്നുമില്ല. എന്ത് കമ്പനി? MNC വല്ലതും ആണോ അതോ ഇവിടുത്തെ കമ്പനിയാണോ? ഫെയർകോഡ്. ഓക്കെ. അപ്പൊ പിന്നെ ഇവിടുന്ന് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ? ഓക്കെ. വെട്ടിലായി പോകുന്ന പ്രശ്നമാണ് അല്ലേ? ഏറ്റവും മെയിൻ ആയിട്ട് തന്നെ ആരോഗ്യം നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അല്ലെ, നിങ്ങൾക്ക് ഒരു ലോൺലെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം ഫീൽ ചെയ്തില്ല. പിന്നെ ഈ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പോവോ അതോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യൂ? എണീച്ച് നടക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നേരമൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് നടക്കും. പല കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളത് അവര് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന. ഇല്ല, അങ്ങനെ ഇരിക്കാൻ പറ്റൂല, എനിക്ക് പറ്റൂല. ഓക്കെ. അദ്ദേഹം പറഞ്ഞത് ആരോഗ്യം കൂടുതൽ സംരക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൃത്യമായി ഇവർക്ക് വേണ്ടുന്ന കൃത്യമായ ചെയർ, ടേബിള് ഇതുപോലെ ഒന്നും ഉള്ളതല്ല ഇവർ വീട്ടിൽ ഉപയോഗിക്കുന്നത്. സാധാരണ സോഫയിലിരുന്ന് പണിയെടുക്കും, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പണിയെടുക്കും, ബെഡിൽ കിടന്ന് പണിയെടുക്കും. പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കൃത്യമായി നമ്മുടെ പോസ്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും കാര്യങ്ങളും നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ കൃത്യമായി ഇതെല്ലാം അവർ
പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ വർക്ക് ഫ്രം ഹോമിൽ നമ്മൾ വീട്ടിൽ നോക്കുന്ന ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടേബിൾ നമ്മൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം. ഇത്രയും പൈസ ഞാൻ കൊടുത്തിട്ട് അങ്ങനെ ഒരു ടേബിൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരിക്കും ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആള് തീരുമാനിക്കുക. അപ്പൊ കിട്ടുന്ന ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യുക, കിട്ടുന്ന കസേരയിൽ ഇരുന്ന് ചില കമ്പനികൾ കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, ചില കമ്പനികൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇല്ലാതെ വരുമ്പോ ഈ പറയുന്ന ആരോഗ്യം ഇതെല്ലാം ചെറിയ ഷോർട്ട് സ്പാനിൽ ഓക്കെ, പക്ഷെ ഇതൊരു ലോങ് റണ്ണിലേക്ക് പോകുമ്പോൾ വർഷങ്ങൾ നീണ്ടു പോകുമ്പോൾ ഇപ്പൊ ഒരു 6 വർഷമായിട്ടൊക്കെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ആരോഗ്യത്തിന് ചിലപ്പോൾ വിപരീതമായും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരൊക്കെ ഇപ്പൊ വളരെ ചെറിയ കാലമേ ഉള്ളൂ വർക്ക് ഫ്രം ഹോം ചെയ്തു തുടങ്ങി. അതെ അതെ, ഞാൻ വരാം. ശ്രീകുട്ടൻ, എനിക്കൊന്ന് ഇവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണല്ലോ താങ്കൾ. ഇവരുടെ ഏത് മേഖലയിലാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് വെൽഫെയർ വേണ്ടത്? നമ്മൾ ഒരുപാട് സർവേകൾ നടത്തിയിരുന്നു. അപ്പൊ ആ സർവേയിലൊക്കെ ഓൾമോസ്റ്റ് പാൻഡമിക് ടൈമിൽ, പ്രീ പാൻഡമിക് ടൈമിൽ 5% ആയിരുന്ന വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം 30% to 40% എത്തിയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ഈ വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യുന്ന പോലെ തന്നെ ആൾക്കാർക്ക് കുറച്ചും കൂടെ എന്താ വെച്ചാൽ ഓഫീസ് ആംബിയൻസിലേക്ക് വരുന്നതിനേക്കാൾ നമ്മളെടുത്ത സർവേകളിലെല്ലാം ഒരു ഹൈബ്രിഡ് ഓപ്ഷനിലേക്ക് ആണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഈ പ്രകടനമായിട്ട് ഇപ്പൊ പൂർണ്ണ ദിവസങ്ങളിൽ ഇപ്പം 5 ദിവസമാണല്ലോ കൂടുതലും ഇപ്പൊ IT വർക്ക് ചെയ്യുന്നത്. അപ്പൊ 5 ദിവസവും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പ്രകടനമായിട്ട് എന്താ പ്രശ്നം? ആക്ച്വലി അവര് വർക്ക് ഫ്രം ഹോമിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ? കുറച്ചധികം കമ്പനികൾ, ഇപ്പൊ നമ്മൾ എല്ലാ കമ്പനികളും പറയാൻ പറ്റില്ല. ഇപ്പൊ UST 3 ദിവസമാണ് വർക്ക് ഫ്രം ഹോം, 3 ദിവസം ഹൈബ്രിഡ് ഓപ്ഷനിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം വീട്ടിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വർക്ക് ഇപ്പോൾ ഒരു മാനേജർ ലെവലിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ ബേസ്ഡും കൂടെ ആണ്. അവർക്ക് വർക്ക് ടാസ്ക് പ്രോപ്പർലി അസൈൻഡ് ആണെങ്കിൽ അവരുടെ ടൈമിന് അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇത് ഓവർലോഡ് ആകുമ്പോഴാണ് അവർക്കത് പ്രശ്നം. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ നൈറ്റ് ഇരിക്കേണ്ടി വരും. സോ അതൊരു വെൽ ബാലൻസ്ഡ് ആയിട്ട് പോകുകയാണെങ്കിൽ അവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന ടൈമിൽ അത് കംപ്ലീറ്റ്, ഇന്നത്തെ ടാസ്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ടാണ് നമുക്ക് കിട്ടിയ സർവേ മെയിൽ. അവരുടെ ഈ വെൽഫെയർ നിങ്ങൾ എന്താ ചെയ്ത് കൊടുക്കുന്നത്? ആക്ച്വലി ഇപ്പോൾ ലേ ഓഫിന് നമ്മൾ ഒരുപാട് മുൻകരുതൽ മീൻസ് അവർക്കുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതോറിറ്റികൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ IT മിനിസ്ട്രിക്കൊക്കെ ഡയറക്റ്റ് നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ആക്ച്വലി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ സംഘടനയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് നേരിട്ട് നമ്മളെ അതെ, ഞാൻ വരുന്നു. താങ്കളൊരു ലൈവ് കോച്ചാണല്ലോ ദാമോദർജി. ഇതിലെ താങ്കൾ ഈ രംഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ ഞാൻ ഒറ്റ വാക്കിൽ ഇത് പറയാം. ബേസിക്കലി ഇത് പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ്. വർക്ക് ഫ്രം ഹോം ആയാലും ഹൈബ്രിഡ് മോഡലായാലും അത് ഓഫീസിന് ചെയ്യാനും ബേസിക്കലി മൈൻഡ് പ്രോസസ് ആണ്. നമ്മൾ എങ്ങനെ സിറ്റുവേഷൻ നേരിടുന്നതാണ്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് കൾച്ചർ പറയുന്നത് കോർപ്പറേറ്റ് ഇത് എവിടെ ഇല്ലാത്ത സംഭവമാണ്. ആക്ച്വലി അത് അഡോപ്റ്റ് ചെയ്യണം. അതായത് കോർപ്പറേറ്റ് സംഭവമാണ്. സോറി, ഇത് ഇല്ലാത്ത സംഭവമാണ്. അതായത് കോർപ്പറേറ്റ് കോച്ചിങ് പറഞ്ഞ സംഭവമുണ്ട്. അത് ആർക്കും മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷനെ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഈ ഡ്യൂട്ടി ഇത്ര സമയത്ത് ചെയ്യണം. വർക്ക് ഫ്രം ഹോം ആയാലും ഓഫീസ് ആയാലും ഇത്ര ഡ്യൂട്ടി ചെയ്യണം. പക്ഷെ കോച്ചിന്റെ ഒരു കോച്ചിങ് പ്രോഗ്രാം പറയുന്നത് എന്താ വെച്ചാൽ അവരെ പ്രൊഡക്ടിവിറ്റി ലെവൽ കൂട്ടും. എവിടെ ആയാലും ഇപ്പൊ നിങ്ങൾ വീട്ടിലായാലും നിങ്ങൾ ഹൈബ്രിഡ് സിസ്റ്റം വെച്ചിട്ട് ഒരു 3 ദിവസം 2 ദിവസം ഓഫീസിൽ വരാൻ പറയാം. പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, മൈൻഡ് ട്രെയിനിങ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. മെയിൻ മാഡം പറഞ്ഞ മാതിരി ഒരു വർക്ക് ലൈഫ് ബാലൻസ് പ്രോബ്ലം എല്ലാവർക്കുള്ള പ്രോബ്ലമാണ് വർക്ക് ലൈഫ് ബാലൻസ്. ഇതിൽ നമ്മളൊരു മൈൻഡ് ഇങ്ങനെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റും. പല സിറ്റുവേഷനിൽ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യപ്പെട്ട അതാ ഇമ്പോർട്ടൻറ്റ്. IT കമ്പനി മാഡം പറഞ്ഞത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം അറിയോ? മാഡം പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ പോസ്റ്റേഴ്സിന്റെ ഇഷ്യൂ പറഞ്ഞു, പോസ്റ്റർ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരം കമ്പ്യൂട്ടറിന് വേണ്ടി ഉണ്ടാക്കിയതാണോ? അല്ല, അതുകൊണ്ടാണ് ഈ റോങ് പോസ്റ്ററിൽ കൂടുതൽ നേരെ ഇരിക്കുമ്പോ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ്. അല്ല, ഞാൻ പറഞ്ഞറിയാം, നമ്മൾ ഇങ്ങനെ അടിക്കുന്നു, ഇങ്ങനെ അടിക്കുന്ന സാധനത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന് ഇന്റർണൽ പ്രോസസിംഗ് ആണ് ഇമ്പോർട്ടന്റ്. ഇങ്ങനെ ഇരുന്നാലും ഇന്റർണൽ പ്രോസസിംഗ് ആണ് അവന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ആ ഇൻപുട്ടിനെ ഇങ്ങനെ പ്രോസസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഔട്ട്പുട്ട് വരും. താങ്കൾ ഇതിൽ ഏതാ പ്രിഫർ ചെയ്യുക? നമ്മുടെ ചെറുപ്പക്കാരെ നോക്കുമ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഹൈബ്രിഡ് പ്രിഫർ ചെയ്യും. പക്ഷെ ട്രെയിനിങ് അവർക്ക് കൊടുക്കണം, മൈൻഡ് ട്രെയിനിങ് കൊടുക്കണം. സോ ദാറ്റ് ദേ ക്യാൻ ഈവൻ എവിടെയെങ്കിലും അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ? സോറി, ഈവൻ ഞാൻ ഇന്റലക്ച്വൽ ഡിസേബിൾഡ് ആൾക്കാരും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ വേണ്ടത്. അവർക്ക് ഈ IT കമ്പനീസിന്റെ പ്രത്യേകിച്ച് എംപ്ലോയീസിനൊക്കെ ഒരുപാട് വർക്ക് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് ഒക്കെ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. താങ്കള് മെട്രോയുടെ IT ഹെഡ് ആണല്ലോ, മുൻ IT ഹെഡ് അല്ലേ? ഇപ്പൊ എവിടെയാ അങ്ങ് ഉള്ളത്? മാൻ കാൻകോർ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് കമ്പനിയാണ്. അല്ല, അങ്ങയുടെ സ്ഥാപനത്തിൽ എത്ര ആൾക്കാരുണ്ട് ഇപ്പോ? നമ്മുടെ മൊത്തം എംപ്ലോയീസ് 25,000-ഓളം അതിൽ കൂടുതലുണ്ട്. ഇവിടെ ഇന്ത്യക്ക് ഒരു 700-ഓളം പേര്. അപ്പൊ അതിൽ കൂടുതലും ഈ ഹൈബ്രിഡ് ആണോ മറ്റേ? അല്ല, നമുക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്, നമുക്കൊരു മാനുഫാക്ചറിംഗ് ആണ്, ഫാക്ടറി ഉണ്ട്. ഫാക്ടറിയിലെ എംപ്ലോയീസിന് നമുക്ക് വർക്ക് ഫ്രം ഹോം കൊടുക്കാൻ പറ്റില്ല, അവർ വരണം, ലേബേഴ്സ്. പക്ഷെ അതല്ല, IT വിങ്ങിന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. IT മാത്രമല്ല, കോർപ്പറേറ്റ് ഓഫീസിൽ
വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ കൊടുക്കാൻ പറ്റാവുന്നവർക്കെല്ലാം നമ്മൾ ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇപ്പോൾ, മുമ്പ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ ഒരൊറ്റ ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, ബാക്കി 4 ദിവസം അവർ ഓഫീസിൽ വരണം. ആ ഒരു ദിവസം എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അത് ഫ്രൈഡേ ആണ്. അപ്പൊ ബാക്കിയുള്ള 4 ദിവസം നമ്മൾ ഒരുമിച്ച് ഓഫീസിൽ വന്ന് കാണും, തന്നെ വേറെ എന്തെങ്കിലും മീറ്റിംഗ്സ് അന്ന് ചെയ്യാം. വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു സൗകര്യം കൊടുത്ത് എന്താ കാര്യം? അത് കാരണം ശനി ഞായർ വരുന്നുണ്ടോ? അല്ല, അതുകൊണ്ടല്ല. വെള്ളിയാഴ്ച ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മൾ അത്രയും എൻവയോൺമെന്റ് ലാഭിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ച് അത്രയും ട്രാവൽ കോസ്റ്റ്, എംപ്ലോയീസിന്റെ ട്രാവലും ഇതെല്ലാം. കാരണം അങ്കമാലിയിലുള്ള ഒരു ആള് ഒരു ഇൻഫോ പാർക്ക് വരെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ റോഡിൽ വേസ്റ്റ് ചെയ്യാണ് ഒരു നേരം. ഇതേപോലെ തന്നെ മറിച്ചും ഇത്രയും സമയം നമ്മൾ ലാഭിക്കുമ്പോൾ എത്രമാത്രം ലാഭമാണ് നമ്മുടെ കമ്പനിക്കും എംപ്ലോയീസിന് ആസ് എൻ ഇൻഡിവിജ്വൽ. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഗ്രേറ്റർ ലെവലിൽ പോവുകയാണെങ്കിൽ ESG, കാർബൺ എമിഷൻ കുറയ്ക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. ഇത് 2-3 ദിവസം കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. പിന്നെ നേരത്തെ മാഡം പറഞ്ഞ പോസ്റ്റ്, അത് വലിയ പോയിന്റ് ആണ്. പക്ഷെ അതിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, പല കമ്പനീസും ഞങ്ങളുടെ കമ്പനി അടക്കം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ഒരു വർക്ക് ഫ്രം ഹോം സെറ്റപ്പ് ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള കോസ്റ്റ് അത് അവർ ഓൺ ആക്ച്വൽ ബേസിസ് അവർ കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം അതിന് പറ്റിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. നമ്മളൊരു റൂമിൽ അതിനൊരു പൈസ കൊടുക്കുന്നുണ്ടോ? നിങ്ങളെ കൊടുക്കുന്നുണ്ട്? അത് പല കമ്പനീസിലും ഉണ്ട്. അതായത് വർക്ക് ഫ്രം ഹോം ഇതുപോലെ സീരിയസ് ആയി കാണുന്ന എംപ്ലോയീസ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താ? താങ്കൾ വീട്ടിൽ ഓഫീസ് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഓഫീസ് സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമുക്ക് ആ ഒരു സീരിയസ് ലെവലിൽ നമ്മളെപ്പോഴും ഓൺലൈൻ മീറ്റിംഗ്സ് വരുമ്പോൾ ഒരു കാര്യം പറയുന്നത്, ഇവര് വീഡിയോ ഓൺ ആക്കണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെരുപ്പ് വെച്ച് പോവാന്ന് പറയും പുറത്ത്. ഞാനവിടെ ഉണ്ട്, എന്റെ സാന്നിധ്യം. ആ പരിപാടി അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാന്നിധ്യം ഉണ്ടെന്നും നമ്മുടെ യഥാർത്ഥമായി അവിടെ ഉണ്ട് എന്നുള്ളതും പിന്നെ ഒരു വീഡിയോ ഓൺ ആക്കണം. അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ സാന്നിധ്യം അറിയിക്കാൻ പറ്റും. ഇതുപോലെ ഒരു ദിവസമോ 2 ദിവസമോ മാത്രമാണ് ഓഫീസ്. ഇവർക്ക് കമ്പനിയുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞു പോകും. അത് പറയാം. അതായത് ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മളൊരു പുതിയതായിട്ട് ജോലി ചെയ്യുന്ന ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളെ പോലുള്ള ആൾക്കാർ, അവർ ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് ആ ഒരു കൾച്ചർ എന്താണെന്ന് അറിയണം. അതിന് നമ്മൾ ഓഫീസിൽ വരുന്നത് നല്ലതായിരിക്കും. നമ്മളെല്ലാവരും ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് സമയത്ത് നിർബന്ധിതരായി. അതിൽ മാഡം പറഞ്ഞ പോലെ എല്ലാ കമ്പനികൾക്കും ഈ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർക്ക് മാനസികമായും എങ്ങനെ ഇതിനോട് പൊരുത്തപ്പെടണം എന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ മെച്ചുവേർഡാണ്, മെച്ചുവേർഡ് ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വരുന്നു. വിപിൻജി, എങ്ങനെ പോകുന്നു കാര്യങ്ങള്? വർക്ക് ഫ്രം ഹോം അനുഭവമുള്ള ആളാണല്ലോ. അപ്പൊ എങ്ങനെയാ താങ്കളുടെ ഒരു വിലയിരുത്തൽ ഇതിനകത്ത്? ചെരുപ്പ് വെച്ചിട്ട് വല്ലതും പോകുന്ന പരിപാടി ഉണ്ടോ? ഇല്ല. പ്രാരംഭത്തിൽ അത് ഭയങ്കര ആകർഷകമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും. അല്ല, ഇങ്ങനെ കപട ലോഗിങ് ഉണ്ടാവൂ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോ പലരും സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ഫ്രം ഹോം ഒക്കെ എടുക്കാറുള്ളത്. പിന്നീട് അവർക്ക് തന്നെ ഒരു വലിയൊരു ബാധ്യതയായിട്ട് ഒരു അപ്രഖ്യാപിത ലോക്ക്ഡൌണെന്നോ അല്ലെങ്കിൽ ഒരു വീട്ടു തണുകൽ എന്നൊക്കെ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പലരുടെയും മാനസികാരോഗ്യത്തെ വരെ ബാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിർബന്ധിതമായതാണ്. എന്റെ വൈഫ് സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഞങ്ങൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ ഒരാൾ വീട്ടിലുണ്ടാവണം എന്നുള്ള ആവശ്യം വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത്. അത് പിന്നീട് ഇതിന്റെ ഇടയ്ക്ക് കുഞ്ഞിനെ കൂടെ നോക്കാൻ സമയം കിട്ടുമോ? അത് ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ട സാഹചര്യം വരുവാണ്. കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുഞ്ഞിനെ നോക്കുമ്പോ കാര്യം നമ്മുടെ ടാർഗറ്റ് അടിച്ച് ശരിയാക്കാൻ പറ്റുമ്പോഴത്തേന് കുഞ്ഞ് കരയുമല്ലോ ഇടയ്ക്ക്. തീർച്ചയായിട്ടും കരയും. നമ്മൾ അറിയാതെ കരഞ്ഞു പോലെ. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് വർക്ക് ടൈം എക്സ്റ്റെൻഡ് ആയി പോകും. ഈവനിങ്ങിലേക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മുടെ വർക്ക് ലൈഫിന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിന് ഭയങ്കര ടൈം സോൺ മാറുന്നുണ്ട്. ഇപ്പൊ MNC ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആ രാജ്യത്തിന്റെ സമയത്തിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പം UK US ഒക്കെ വർക്ക് ചെയ്യുന്നവര് രാത്രി വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഡേ ടൈം അവർക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ജനറലി ഈ IT രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഈ വർക്ക് ഫ്രം ഹോം ഇഷ്ടപ്പെടുന്നവരാണോ? ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പൊ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണല്ലോ ഏറ്റവും കംഫർട്ടായിട്ട് ഇരിക്കാന്നുള്ളത്. അപ്പൊ പലരും അങ്ങനെ ആ ഒരു ഇതിൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ലോങ് റണ്ണിൽ അവർക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നുള്ളതാണ് എന്റെ ഒരു പ്രശ്നം. ഒരു ലേസിനെസ് ഒക്കെ ഉള്ളവർക്കായിരിക്കും ഇച്ചിരി വർക്ക് ഫ്രം ഹോം ഇഷ്ടമുണ്ടാവുക. എനിക്കൊന്ന് ഒരുപാട് കിടന്ന് ഉറങ്ങാനും സാധ്യതയുണ്ടല്ലേ വീട്ടിലാവുമ്പോ? അതെ. കാര്യം ചെരുപ്പോ മറ്റേ ലോഗിൻ ചെയ്താൽ നമുക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം അല്ലേ? നേരെ കിടന്ന് ഉറങ്ങും. രാവിലെ ബ്രഷ് വരെ ചെയ്യാണ്ടായിരിക്കും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 9 മണിക്കായിരിക്കും മീറ്റിംഗ്. നമ്മൾ എണീക്കുന്ന 9 മണിക്കായിരിക്കും. ഞാൻ എവിടെയും പോകണ്ടല്ലോ. 8:55 എണീക്കും, നേരെ ലോഗിൻ ചെയ്യും. ഓഡിയോ കാണുമോ വീഡിയോ കാണുമോ? വീഡിയോ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറയും, വൃത്തിയായി വരാൻ പറയും. അപ്പൊ നമ്മൾ കുളിച്ച് വൃത്തിയാവും. അല്ലെങ്കിൽ നമ്മൾ ഓഡിയോയിൽ ഇട്ടേക്കും. അതെ, അതാണ് ഈ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നമുക്കൊന്ന് ഒരുങ്ങി നടക്കാൻ വരെ പറ്റൂല. നമ്മള് ഉഴപ്പി നാശമായി പോലെ. കറക്റ്റ് കാര്യമായല്ലേ പറഞ്ഞത്. അല്ല, ഇവിടെ എല്ലാരും വർക്ക് ഫ്രം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നേരെ തിരിച്ചാണ്. കറക്റ്റ്. നല്ല കൈ കൊടുക്കും. ഞാനും താങ്കളുടെ കാരണം ഞാൻ ഈ രണ്ട് സൈഡിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തൊരു എംപ്ലോയി ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു 10-20 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു എംപ്ലോയറാണ്.
രണ്ട് സമയത്ത് രണ്ട് സമയത്തുണ്ടായ മാറ്റം പറയൂ. എംപ്ലോയി ആയിരുന്നപ്പോൾ വർക്ക് ഫ്രം ഹോം ഇഷ്ടപ്പെട്ടു. കോവിഡ് സമയത്ത് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. തൊഴിലാളി മുതലാളിയായപ്പോ അല്ല, ആ സമയത്ത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, സർവീസസ് പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യണം, നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്തിട്ടേ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സർവീസസ് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അത് ശരിയാക്കി കൊടുത്താൽ മതി, അത് കുഴപ്പമില്ല. നമ്മളുടെ ബുദ്ധി യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ അത് വർക്ക് ഫ്രം ഹോമിൽ നടക്കില്ല. ഞാൻ ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, വർക്ക് ഫ്രം ഹോം ഒരു 6-7 മാസമൊക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും എല്ലാ എൻജോയ്മെന്റ് എല്ലാം ഉണ്ടാവും. പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂ. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരാളും വർക്ക് ഫ്രം ഹോം എടുക്കാൻ എന്റെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് ആർക്കും തയ്യാറല്ല. അവർക്ക് ഈ പറയുന്ന പെയിനും കാര്യങ്ങളും കൂടുതലും സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നു. എല്ലാവരോടും ദേഷ്യം, വീട്ടുകാരോട് ദേഷ്യം. പിന്നെ വർക്കില് ഞാൻ എന്റെ എംപ്ലോയീസിന്റെ ചില സമയത്ത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് വർക്കിന്റെ ഇടയിലായിരിക്കും മീൻ വാങ്ങിക്കാൻ ആള് വരുന്നു. അങ്ങനത്തെ കുറെ ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ വരുന്നു. അതെ, പിന്നെ അങ്ങനെ കുറെ പ്രോബ്ലം. ഈ മൾട്ടി ടാസ്ക് എടുക്കുന്നവരുണ്ടോ ഈ സമയത്ത്? കാര്യം ഇതിപ്പോ വീഡിയോ കണ്ടോണ്ടിരിക്കല്ലേ, ലോഗിനെല്ലാം ഉണ്ടോ ഇല്ലെന്നേ നോക്കൂ. ഞാനത് കാരണം എന്റെ എംപ്ലോയീസിന് ഒന്നും വർക്ക് ഫ്രം ഹോം കൊടുക്കാറില്ല. വീടിന്റെ ആവശ്യത്തിനും ഓഫീസ് ഒരു മൂരാച്ചിയായിട്ട് അവർ കാണുന്നുണ്ടോ? ചില ആൾ കാണാം. പക്ഷേ നിങ്ങളത് എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ്. അല്ല, കൺട്രോൾ ഇത് ടൈമിംഗിൽ ഞാൻ ചെയ്യാറില്ല. ടൈമിംഗ് ഏത് സമയത്ത് വേണമെങ്കിൽ വരാം, ടാസ്ക് ബേസ്ഡ് ആണ്. ഇതിലൊരു ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂ ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി ആയാലും അതിലൊരു കംഫർട്ട് സോണിന്റെ ഇഷ്യൂ വരുന്നുണ്ട്. അതായത് നമ്മൾ എത്ര ഫ്ലെക്സിബിൾ ആയാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഇഷ്യൂ ഉണ്ട്. മെയിൻ അത് ഇന്ററാക്ഷനിലേ നടക്കുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി സോഷ്യൽ ഇന്ററാക്ഷനിലേ അത് വരുള്ളൂ. അപ്പോൾ ഒരു തരം നമ്മൾ വർക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായാലും കൂടി നമുക്ക് ആ കംഫർട്ട് സോണിൽ വരുന്നുണ്ട്. ഞാൻ ചെന്നെന്ന് വെച്ചാൽ നമ്മള് പിന്നെ വർക്ക് ഫ്രം ഹോം എംപ്ലോയീസിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പം ടെഡെക്സ് ടോക്കിലൊക്കെ കാണുന്നതൊക്കെ സിഇഒമാരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. എല്ലാവരും വർക്ക് ഫ്രം ഓഫീസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് അവര് പറയുന്നത് കൊളാബറേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഡെഫിനറ്റ്ലി അതൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈ സിഇഒസിന്റെ ഇച്ചിരി കൂടെ ഒരു ബയസ്ഡ് ഒപ്പീനിയൻ ആണ്. അവർക്ക് ഇച്ചിരി കൂടെ അവരുടെ വർക്ക് ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണ് വർക്ക് ഫീൽ ചെയ്തത്. ആ പറഞ്ഞത് തെറ്റാണ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാല് ഓൾ ഓഫ് എ സഡൻ നമ്മളെല്ലാവരും ഒരു ദിവസം ഇരുട്ടിലേക്ക് പോയ ഒരു സമയം ഓർമ്മയുണ്ടല്ലോ. ആ ദിവസം ശരിക്കും എല്ലാവരും വർക്കിലേക്ക് പോയപ്പം എൻ്റെ കമ്പനിയിൽ ഏറ്റവും സർപ്രൈസിംഗ്ലി നമ്മുടെ കോവിഡ് ടൈമിൽ ആദ്യത്തെ 6 മാസമായിരുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പ്രൊഡക്ടിവിറ്റി ഉള്ളത്. 6 മാസം വീട്ടിലിരിക്കുമ്പോ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാള് ഓഫീസിൽ അതെ അല്ല അതിൻ്റെതല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ്. എല്ലാരും വീട്ടിലെത്തി പണിയെടുക്കുന്നു. അപ്പൊ 8 മണിക്കൂറിന് പകരം 10-12 മണിക്കൂർ എടുത്തു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ടെക്നിക്കൊക്കെ മനസ്സിലായി. പിന്നെ നാച്ചുറൽ ആയിട്ട് അതിനെ ഗ്രാജുവൽ ആയിട്ട് മാറ്റി ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യുന്ന എല്ലാവരും അവരുടെ പേഴ്സണൽ കൺവീനിയൻസും കൂടെ കണ്ടുകൊണ്ടാണ് വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും കമ്പനിയെ വീട്ടിലിരുന്ന് 11 മണി കഴിഞ്ഞാലും ഓഫീസിൽ പോവാറില്ല. 5 ദിവസമേ ഞാൻ വർക്ക് ചെയ്യാൻ പറയുന്നുള്ളൂ. ശനി ഞായറും ലീവാണ്. പക്ഷെ ഇവരെ എല്ലാം 11-12 മണി വരെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വളരെ സ്ട്രിക്റ്റ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയും 6 മണി കഴിഞ്ഞ് ഓഫീസിൽ കാണണ്ട, നിങ്ങൾ വീട്ടിൽ പോക്കോന്ന് പറയും. പക്ഷെ അവരിരുന്ന് വർക്ക് ചെയ്യുന്നു. പക്ഷെ വർക്കിനോടുള്ള ഡെഡിക്കേഷൻ അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ കൊടുക്കുന്ന പ്രഷർ കൊണ്ടാണോ, വർക്ക് ലോഡ് അത്രയും കൂടുതലായതുകൊണ്ടാണോ എന്നാണ് ചിന്തിക്കേണ്ടുന്നത്. 6 മണിക്ക് ഷിഫ്റ്റ് കഴിയുന്നവരാണെങ്കിൽ അവിടെ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് അവർക്ക് പോവാൻ പറ്റണം. അത് പറ്റുന്നില്ലെങ്കിൽ അതിന് 2 പെർസ്പെക്റ്റീവ് ആണ്. ഒന്നുകിൽ എംപ്ലോയർ അത്രയധികം വർക്ക് ലോഡ് മനുഷ്യന്റെ കപ്പാസിറ്റി അറിയാതെ കൊടുക്കുന്നു. രണ്ടാമത്തത് എംപ്ലോയിയുടെ കേപ്പബിലിറ്റി അത്രയും കുറവാണ്. അതായത് ഒരു 6 മണിക്കൂർ കൊണ്ട് അയാൾക്ക് ആ പണി എടുത്ത് തീർക്കാൻ പറ്റുന്നില്ല, അത്രയും കേപ്പബിലിറ്റി ഇല്ല. സോ ഈ ആളുടെ കേപ്പബിലിറ്റി കൂട്ടേണ്ടതുണ്ട്. അത് രണ്ടുമല്ല. 8 മണിക്കൂർ ജോബിൽ സമയം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ജോലി സമയം കൃത്യമായി കിട്ടുന്നതിന് ഒരു സ്ട്രക്ചർ കമ്പനികളിലുണ്ട്. വീട്ടിലെ കണ്ടിന്യൂസ് 8 അവേഴ്സ് വിത്ത് പ്രോപ്പർ ബ്രേക്ക് അല്ല. എന്റെ നിരീക്ഷണത്തിൽ ഈ അവേഴ്സ് കൂടുന്ന സുരേഷ് എന്ത് തോന്നുന്നു ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാല്? സാർ ഇതില് കമ്പനികളെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതായത് ഇവര് ഓഫീസിൽ വരികയാണെന്നാണെങ്കിൽ എന്തെല്ലാം കൺട്രോൾ ഉണ്ട്. അവിടെ പഞ്ച് ചെയ്യണം, അവിടെ മീറ്റിംഗ് ടൈം, എല്ലാത്തിനും ഒരു കൃത്യതയുണ്ട്. അപ്പൊ കമ്പനി കൊടുക്കുന്ന ടൈം, ആ ടൈമിൽ കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ മീൻസ് ലാപ്ടോപ്പോ മൊബൈലോ കൊടുക്കുന്നതിൽ കമ്പനിക്ക് കൺട്രോൾ ചെയ്യാം.
അതൊരു ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഉണ്ടാവും, ക്യാമറ ഉണ്ട്, പഞ്ചിങ് സിസ്റ്റം, ഒരു സിസ്റ്റത്തിനുള്ളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സ്റ്റെൻഡ് ഒരു ഹൗസ്, ഒരു ഓഫീസ് കൊടുക്കുമ്പോൾ അവിടെ ഇരുന്ന് വീട്ടിൽ കൂടെ CCTV വെക്കണമെന്നാണ്. അല്ലല്ല, CCTV വെക്കണമെന്നില്ല. അല്ല സർ, അതിന് കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരുപാട് ടൂളുകളുണ്ട്. ഒരു എംപ്ലോയർക്ക് ഒരു എംപ്ലോയിനെ വീട്ടിലിരുത്തി വർക്ക് ചെയ്യണം, നല്ലൊരു ടാലന്റ് ഉള്ള ഒരു കുട്ടിയാ. അപ്പൊ അവർക്ക് ഓഫീസിൽ വരാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ നമുക്ക് റിമോട്ട്ലി വർക്ക് ചെയ്യിക്കാം. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഇപ്പൊ ടൈം ചാമ്പ്, ഹബ് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൂളുകളുണ്ട്. ഇയാൾ എത്ര നേരം വർക്ക് ചെയ്തു, സിസ്റ്റത്തിൽ എത്ര നേരം ഉണ്ടായിരുന്നു, എന്തൊക്കെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചു, അപ്പൊ ഇയാളുടെ മൊത്തം വർക്കിന്റെ എഫിഷ്യൻസി എനിക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്തിനാ ഈ മോണിറ്റർ ചെയ്യാൻ നിൽക്കുന്നത്? എന്തിനാ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തിനാ നോക്കുന്നത്? നമ്മൾ എത്ര നമ്മളെ ലാഭം ഉണ്ടാക്കാൻ അല്ല ചെയ്യണത്. മോണിറ്റർ അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 8 മണിക്കൂറത്തെ ജോലി ഞാൻ 2 മണിക്കൂർ കൊണ്ട് തീർത്താലോ? നിങ്ങൾക്ക് അത് മതിയോ? 9 മണിക്കുള്ള മീറ്റിങ്ങിന് 8:55 എണീറ്റ് കഴിഞ്ഞ് നമുക്ക് ആ മീറ്റിംഗ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ഞാൻ ഈ വെർച്വൽ ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പല്ല് വെച്ചില്ലോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന 9 മണിയുടെ മീറ്റിങ്ങിന് 8:55 എഴുന്നേക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു ശീലമായി മാറിയിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം ഞാൻ 7 മണിക്ക് എഴുന്നേക്ക്. അങ്ങനെ വരുമ്പോ ചോദിച്ചതുപോലെ കണക്ഷൻ എന്ന് പറയുന്നത് പല്ല് തേച്ചിട്ട് വന്നിരിക്കുന്ന മാത്രമല്ല, ഒരു മെന്റൽ പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ കയറുമ്പോൾ, നമ്മളിപ്പോ ഇവിടെ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ പോലും നമുക്കൊരു മെന്റൽ പ്രിപ്പറേഷൻ ഉണ്ട്, വെറുതെ വന്നിരുന്നാ പോരാ. അപ്പൊ ഈ പ്രിപ്പറേഷന് നമ്മൾ ജസ്റ്റ് പോയി അങ്ങ് ഇരിക്കുക, നമ്മുടെ പ്രസൻസ് കാണിക്കുക എന്നുള്ളതല്ല. സോ ഇതൊരു സീക്വൻസ് ഓഫ് വർക്ക് ആണ്, ആ പ്രോസസ്സ് നടക്കണം. ബേസിക്കലി നമ്മൾ ഇത് സ്ട്രക്ചർ ചെയ്യുന്ന പോലെയാണ്. ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ആക്ച്വലി ഉണ്ടാവേണ്ടത്, അല്ലെ? എംപ്ലോയർ സൈഡിലും ഉണ്ടാവണം, അതേപോലെ ജീവനക്കാർക്കും ഇത് വിൻ വിൻ സിറ്റുവേഷൻ ആവണം. അതാവണം എന്നുണ്ടെങ്കിലാണ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അവിടെ വരുന്നത്. ആക്ച്വലി ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു IT കമ്പനി നടത്തുന്ന ആളാണ് താങ്കൾ. ഇത് ഈ കൂടുതലും ആൾക്കാർ വീട്ടിലേക്ക് പണിയുമായിട്ട് മാറുന്ന സമയത്ത് കമ്പനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ? കമ്പനിക്കും ലാഭം ഉണ്ടാക്കാൻ പറ്റും, ജീവനക്കാർക്ക് വളരെ പരിമിതമല്ലേ? ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് രാവിലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ട്രാഫിക്കിലൂടെ വരുന്നത്, സാർ മുമ്പേ പറഞ്ഞു, ഒരു 8 മണിക്കൂർ ജോബ് എന്ന് പറയുന്നത് ആക്ച്വലി വെറുതെയാണ്. 8 മണിക്കൂർ അല്ല, ട്രാഫിക് എല്ലാം കൂടെ കടന്നു വരുമ്പോൾ ഒരു 12 മുതൽ 13 മണിക്കൂറാണ് ആൾ ഒരു ദിവസം ജോലി ചെയ്യുന്നത്, ശരിയല്ല? പക്ഷേ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് മാത്രമായി കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞായിട്ടുള്ള കുറെ പ്രോബ്ലംസ് അവിടെ കയറി വരുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ നിൽക്കണം. ഫസ്റ്റ് 2 days നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ പ്ലാനിങ് ആണ്. ടീം വർക്ക് നടക്കണം, ടീം ബോണ്ടിങ് നടക്കണം, അവിടെ ഒരു സോഷ്യൽ ഷെയറിങ് നടക്കണം. എങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് വരുന്ന 3 days ആളുകൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ടാസ്കുകളാക്കി കൊടുക്കാൻ പറ്റും. കുട്ടി എന്താ പറയുന്നത്? ഇയാൾക്കൊരു മറുപടി ഉണ്ടായിരുന്നു. ആൻഡ്രിയയുടെ CEO നോക്കരുത് കേട്ടോ. എന്റെ വീട് കണ്ണൂരാണ്. എനിക്ക് ഇവിടെ എറണാകുളത്ത് ഞാൻ വന്ന് നിൽക്കേണ്ടതായിട്ട് വരും, എനിക്ക് ഓഫീസിലാണെങ്കിൽ. അപ്പൊ എനിക്ക് ഫാമിലി ആയിട്ട് ഇന്ററപ്റ്റ് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എനിക്ക് എന്റെ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ ചാനൽസ് ഉണ്ട്, സ്ലാക്ക്, ഗൂഗിൾ മീറ്റ്. അതേപോലെ പാർട്ട്ണർ ചിലപ്പോൾ ഓഫീസിലാണ് കിട്ടുന്നെങ്കിലോ ഒരു ഡേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ മിസ് ഔട്ട് ആവുന്നല്ലേ വർക്ക് ഫ്രം ഹോം വഴി? ഫാമിലി മാത്രം മതിയോ? ഓഫീസ് ഒരു ഡേറ്റിംഗ് പ്ലേസ് ആയിട്ട് തോന്നുന്നു. പോസിബിലിറ്റി പറഞ്ഞതാ അല്ലേ? അത്രേ ഉള്ളൂ. വർക്ക് ഫ്രം ഹോം കൊണ്ട് നമുക്ക് തൊഴിലാളികളുടെ സമയമാണല്ലോ സ്വാഭാവികമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം കൊണ്ട് തൊഴിലാളികൾക്ക് അവനവന്റെ സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇയാൾ കൃത്യമായിട്ട് ഓഫീസിലേക്ക് വരുന്നു, കൃത്യമായിട്ട് ഓഫീസിൽ നിന്ന് പോകുന്നു എന്നുള്ള മേക്ക് ഷുവർ ചെയ്യാനുള്ള അത്തരം മെക്കാനിസംസ് ഒന്നും ആവശ്യമില്ല. ഇയാളുടെ സമയം കൃത്യമായിട്ട് 8 മണിക്കൂർ കിട്ടുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. ഈ ചില ജോലികൾക്കല്ലേ ഈ പറ്റൂ, എല്ലാ ഇപ്പം ഒരു ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്ക് ഫ്രം ഹോം. അതായത് ജോലിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ, ഡെസ്ക്ടോപ്പും ഡെസ്ക്ലെസ്സും. ഇപ്പൊ ഡെസ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ജോലികളിൽ മാത്രമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഡെസ്ക്ലെസ് ആയിട്ടുള്ള ഒരു ജോലിയിലും ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ചർച്ച നടക്കില്ല. അത് നടക്കില്ല. അതിനേക്കാൾ ഉപരി നമുക്കറിയാലോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ വർക്ക് ഫ്രം ഹോമിൽ എന്തൊക്കെ ഫേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായ ഒരു സിസ്റ്റം തന്നെയുണ്ട്. നമുക്കറിയാം, മൂൺ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഒരേ സമയം 2 കമ്പനി ജോലി ചെയ്യുക എന്നുള്ളതാ. കാരണം ഈ കമ്പനിയിലെ ഈ കമ്പനിയില് ഇന്റർവ്യൂ എടുത്ത് നേരിട്ട് കാണണ്ടല്ലോ, ഒരു പ്രാവശ്യം ജോയിൻ ചെയ്യാനായിട്ട് കമ്പനിയിലേക്ക് വന്നാൽ മതി. കേരളത്തിൽ ഭാഗ്യം കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ഒരു പരിധി വരെ. പക്ഷേ ഇന്റർവ്യൂവിന് വന്ന് ജോയിൻ ചെയ്തിട്ട് പോകുന്നു, പിറ്റേ ദിവസം വേറൊരു കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അവിടെയും ജോലി മേടിക്കുന്നു. കൂടെ ഒരാളെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ സൈഡിൽ ഡെസ്കുമായിട്ട് ഈ കമ്പ്യൂട്ടറിൽ ഇരുത്തും. എന്നിട്ട് ഇയാള് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ നേരത്തെ ഇയാൾ ഓൺലൈനിൽ വരും, മറ്റേ ആള് ബാക്കി സമയം ജൂനിയർ ആയിട്ടുള്ള ആളിരുന്ന് വർക്ക് ചെയ്യും. അപ്പൊ എന്താ, ഒരു സീനിയറിന്റെ പൊസിഷനിൽ 2 പേരുടെ നമ്മുടെ ആള് കേരളത്തിലുള്ള എല്ലാവരും നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആളുകളാണ്. ഈ ഒരു ടൈപ്പ്
ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിർബന്ധിതമായി വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ടി വരുന്ന ചില ആളുകൾ എക്സ്ട്രാ ഓർഡിനറി ആയി അവർക്ക് രാവിലെ ഇല്ല രാത്രി ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരുമുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുമല്ല, പക്ഷേ അതിനെ നമ്മൾ ആളുകൾ എംപ്ലോയി ആ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡും കൂടെ ഇതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അതായത് എന്താ വെച്ചാൽ ഈ മൈൻഡ് സെറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു എംപ്ലോയിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ വർക്കിനോട് ആ സെപ്പറേഷൻ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, ആ ടൈം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പ്രൊഡക്ടിവിറ്റി വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ മോഡൽ നല്ല. പ്രൊഡക്ടിവിറ്റി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമാണോ, അതോ നമ്മളൊരു ഓവറോൾ ടൈം മാനേജ്മെന്റ് പ്രൊഡക്റ്റീവ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ്. ആക്ച്വലി ഈ വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലല്ല. ഇപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ 6 മണിക്ക് എന്റെ ലോഗ് ഔട്ട് ടൈമാണ്, ഞാൻ 6 മണിക്ക് ശേഷം പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ എനിക്ക് 100 മെയിലും 1000 മീറ്റിംഗ്സും ഷെഡ്യൂൾ ചെയ്ത് വരും. ഇത് വേറെ പുറത്തിരിക്കുന്ന വേറൊരാൾ ചെയ്യുന്നതാ. നമ്മൾ അവിടെ എന്റെ എക്സ്ക്യൂസാ പറയാൻ പറ്റുക. എന്റെ ലോഗ് ഔട്ട് ടൈം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു പരിപാടി വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് ഇല്ല. ഇത് നിത്യേന കണ്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ടാണ് എന്റെ ഭർത്താവ് വർക്ക് ഫ്രം ഹോം ഹൈബ്രിഡ് മോഡിൽ ചെയ്യുന്ന ഒരാളാണ്. ഒരു ബാങ്ക് എംപ്ലോയർ ഇല്ല, സ്ഥലത്തില്ല. അത്രയും സമാധാനം. പക്ഷേ ഈ പറയുന്ന രാത്രി 11 മണിക്കും കോള് കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത്. അപ്പൊ ഇത് പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇത് ഫാമിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്നില്ല. ശനിയാഴ്ച വിളിച്ചാൽ ശനിയും ഞായറും അവർക്ക് അവധിയാണ്, പക്ഷെ ശനിയാഴ്ച വിളിച്ചാലും ഇന്ന് കോൾ അസൈൻഡ് ആണ്, നാളെ എനിക്ക് കോളുണ്ട്, ഇതുപോലെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. സോ ഇത് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും 2 സ്കൂളിൽ പോകുന്ന കുട്ടികളും മാത്രമുള്ള ഒരു ഫാമിലി നമ്മൾ സങ്കല്പിച്ച് നോക്കുക. അവിടെ എങ്ങനെയാണ് ഈ 4 വ്യക്തികൾ തമ്മിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്? കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന ബാക്കി കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴും ഇവർ കോളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അച്ഛനും അമ്മയും വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള IT എംപ്ലോയീസിന്റെ മക്കള് നേരിടുന്ന ഇമോഷണൽ ഇഷ്യൂസ്, ഇമോഷണൽ സപ്പോർട്ട് ഇല്ലായ്മ, ഇത് കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല, അവർക്ക് വെന്റ് ഔട്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. കമ്മ്യൂണിക്കേഷൻ, ഫാമിലിക്ക് അകത്തുള്ള കമ്മ്യൂണിക്കേഷനെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് 2 സൈഡിലും ഉണ്ട്. ഓഫീസിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതെങ്ങനെ അഫക്ട് ചെയ്യും? അല്ല, ഇപ്പൊ ഫാമിലിയായിട്ട് ഇന്ററാക്ഷൻ കുറയുന്നു പറയുന്നില്ലേ? ഇത് ഓഫീസിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവര് വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റിനെ ഓഫീസിലും അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ഫ്രം ഹോം ഉള്ള എംപ്ലോയീസിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ സംസാരം കുറയുന്നുണ്ടോ? അല്ല, അത് ചില ആളുകൾ ഇപ്പോ ആന്ത്രോപിക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു റിപ്പോർട്ട് പ്രകാരം കുറെ ജോലി അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നതാണ് സോഫ്റ്റ്വെയർ, ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ. അതിലെ സർവീസ് ഇൻഡസ്ട്രിയിലാണ് ഈ വർക്ക് ഫ്രം ഹോം എല്ലാം വരുന്നത്. പറഞ്ഞല്ലോ, ചില ജോലികൾ നമുക്ക് വർക്ക് ഫ്രം ഹോം എന്ന് ആലോചിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാവുന്ന ജോലിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് അത് വർക്ക് ഫ്രം ഹോമിന്റെ മാത്രം കുഴപ്പമല്ല. അത് ഈവൻ വർക്ക് ഫ്രം ഓഫീസ് ആണെങ്കിൽ പോലും അവർക്ക് ആ ജോലി അവിടെ വെച്ച് തീരാൻ പറ്റാതെ വരികയും ഈ 11 മണി വരെ ഓഫീസിൽ ഇരിക്കാതെ ചിലവർ വീട്ടിലേക്ക് വരും, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അത് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുക, അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടെ സപ്പോർട്ട് ചെയ്യുക. അത് മറ്റുള്ളവരുടെയും കൂടെ സപ്പോർട്ടോടുകൂടി ആ ജോലി തീരുകയാണെങ്കിൽ പിന്നെ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് വർക്ക് ഫ്രം ഹോമിന്റെ ഒരു പോരായ്മ അല്ല അത്. അല്ലെ, ഈ അങ്ങക്ക് അങ്ങനെ ഒരു തോന്നല്ലേ? ഇപ്പൊ വീട്ടിലൊക്കെ ചിലപ്പോ ഈ വീട്ടിലെ ആൾക്കാർക്ക് ഒരുപാട് നോയിസൻസ് ബന്ധുക്കളിൽ തന്നെ ഉണ്ടാവാം. നമുക്ക് ടോട്ടലി ഒരു ഡിറ്റാച്ച്ഡ് ഒരു കമ്പനി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റുമോ വീട്ടില്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് ഇവരുടെ കരിയർ അടുത്ത ലെവലിലോട്ട് ഉയരുന്നത്, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ടീം ലീഡർ ആകുന്നത്. കാരണം ടീമിനെ അറിയില്ല, ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ നെക്സ്റ്റ് ലെവൽ സ്കെയിലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ ആകുന്ന വളരെ കമ്പനി ഇമ്പ്രൂവ്മെന്റ് നടക്കില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം വർക്ക് ഫ്രം ഹോം ഒരു രസമാണ്, പക്ഷെ അവരുടെ കരിയർ എങ്ങനെ ഗ്രോ ചെയ്യുന്നത് അല്ല, നമ്മൾ ഇൻട്രോവേർട്ടായി നാച്ചുറലായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതലാകുകയും ചെയ്യും. ഇൻട്രോവേർട്ട് ഒരിക്കലായില്ല. ഞാൻ ഇപ്പം വീട്ടിൽ നിന്നായാലും പുറത്തു പോകും. അപ്പൊ ഇൻട്രോവേർട്ട് ആവില്ല. പുറത്ത് നമ്മുടെ ഒരു ശരാശരി വർക്കിംഗ് ടൈം എന്ന് വെച്ചാൽ 9 to 6 വർക്ക്. 9 to 6 9:15 സ്ക്രം മീറ്റിംഗ് ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 6 വരെ. അത് ഫുൾ ടൈം തന്നെ ഇരിക്കുന്നില്ല. ഇപ്പൊ കുറച്ച് ഇതിലും ഭക്ഷണം കഴിക്കും. നല്ല രീതിക്ക് കഴിക്കും. ഈ വറുത്തതും പൊരിച്ചുമൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് കുറിക്കാനായിട്ട് വീട്ടിൽ ഇരിക്കുമല്ലേ? അതെ, ഇടക്കിടക്ക് ഉണ്ട്. അതുകൊണ്ട് അപ്പൊ വൈകിട്ട് 6 മണിക്ക് തീരുവോ സംഭവം?
ചില ടൈം തീരും, ചില ഭക്ഷണം തീരുവോ വർക്ക് തീരുവോ? വർക്ക് തീരും, ചില ടൈം തീരും. പിന്നെ റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നൈറ്റ് ഇരിക്കും. അപ്പൊ നല്ല ഏകാന്തം ഇരുന്ന് ചെയ്യാൻ പറ്റും റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങള്. ഏതാ ഇഷ്ടം? ലോൺലി ആവുന്നതാണോ ഇഷ്ടം, അത് ഒരുപാട് ആൾക്കൂട്ടത്തിന് നടുവിൽ ജോലി ചെയ്യുന്നതാണോ ഇഷ്ടം? ലോൺലി ആവുന്ന ഇഷ്ടം. ഒരു ഹെൽത്ത് കണ്ടീഷൻ കാരണം ഇവര് പല ടൈമിലും വർക്ക് ചെയ്യുമ്പോൾ ഡയറ്റ് പ്രോപ്പർ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇപ്പൊ 11 മണിക്ക് വർക്ക് ചെയ്യാം, അവരുടെ കംപ്ലീറ്റ് ഡിന്നർ ടൈം ലേറ്റ് ആവും. അങ്ങനെ കംപ്ലീറ്റ്ലി അവരുടെ ബോഡി സിസ്റ്റവും മൈൻഡ് സിസ്റ്റവും വർക്ക് ചെയ്യില്ല. ആ ലിമിറ്റഡ് ഫാക്ടർ ഭക്ഷണ ക്രമീകരണം ഉണ്ടാവില്ല. അതെ, കൃത്യം 1 മണിക്കാവുമ്പോൾ ക്യാൻറ്റീനിൽ പോകും. അല്ലെ, അതൊരു ഇൻബാലൻസ് വരും. നിവേദി അങ്ങനെയാണോ? അതെ, അത് കറക്റ്റ് ആണ്. വർക്ക് ഫ്രം ഹോം ആവുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിനായിരിക്കില്ല. നമ്മൾ ഈ മീറ്റിംഗ് കഴിയട്ടെ, ആ മീറ്റിംഗ് കഴിയട്ടെ, നമ്മൾ അത് ഡെഫിനറ്റ്ലി തെറ്റും. പക്ഷെ വയറ് വരും. ഞാൻ ആക്ച്വലി ഹൈബ്രിഡ് മോഡ് പ്രിഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം എടുത്തു നോക്കിയാലും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് വർക്കിംഗ് അറ്റ് ഹോം, ഇറ്റ്സ് അബൌട്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. അതിൽ വരുന്ന ഗുണങ്ങളുണ്ട്. ഇപ്പൊ ട്രാവലിംഗ് ടൈം, ചില ആൾക്കാർ 1 മണിക്കൂർ എടുക്കും ഓഫീസിലേക്ക് എത്തുമ്പോൾ, അപ്പൊ 1-2 മണിക്കൂർ എടുക്കും. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ലൈക് ട്രാവലിംഗ് ടൈം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ 500 hours ഒരാൾക്ക് ഒരു വർഷം ലാഭിക്കാൻ പറ്റും. ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വർക്ക് ഫ്രം ഹോമിന് കുറെ പ്രോസ് ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവിടെ പറഞ്ഞ കുറെ കാര്യത്തിന്റെ അകത്ത് സ്കിൽസ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. ഒരു കമ്പനിക്ക് ഒരു എംപ്ലോയിനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി എത്രയും വളരണം. സോ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇങ്ങനത്തെ കുറെ സ്കിൽസ് അക്വയർ ചെയ്യുന്നത് വീട്ടിലിരുന്ന് അതിനൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ അതിനു വേണ്ടി ഓഫീസ് വരിക എന്ന് പറയുന്നത് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. സോ ഐ ട്രൂലി ബിലീവ് ഹൈബ്രിഡ് മോഡ്. അതിനുവേണ്ടി ഓഫീസ് മാത്രമല്ല, ഇപ്പൊ വർക്ക് നിയർ ഹോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കൊട്ടാരക്കരയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വർക്ക് അവിടെ പോയി ചെയ്യാം, വേറെ കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോമും വർക്ക് ചെയ്തിട്ടുണ്ട്, ഓഫീസും വർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈബ്രിഡും വർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് ഫോർ ഷുവർ. അതെ, സാറ് പറഞ്ഞതുപോലെ നമുക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടില്ല എന്നുള്ള ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അക്കൗണ്ടബിലിറ്റി മാറ്റേഴ്സ്. നമുക്ക് ടാസ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെ ഞാൻ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളിപ്പോ ഒരു പ്രൊജക്ട് നമ്മൾ വർക്ക് എടുക്കുന്ന കഴിയുമ്പോൾ അവിടെ ഒരു സ്പ്രിന്റ് പ്ലാനിങ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആ ടാസ്കിന്റെ ബാൻഡ് വിഡ്ത്ത് അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കമ്മ്യൂട്ടിങ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ ടൈമിൽ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റും. പക്ഷെ ഞാൻ ഹൈബ്രിഡ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ടീം കൊളാബറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ടീം മെമ്പേഴ്സ് ആയിട്ട് എല്ലാം വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രയും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓൾസോ നമുക്ക് എന്താ പറയാ ഒരു നമ്മൾ ഈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴേ ഈ കമ്പനിയിലേക്ക് നമ്മൾ പോകുന്ന കമ്പനി കടലെടുത്തോ അറിയാൻ വേണ്ടി പോകുന്നതാണോ? ആക്ച്വലി എക്സ്പോഷറും മാറ്റേഴ്സ്. ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ ചെന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ടാസ്കിന്റെ ഒരു പുതിയ ഐഡിയ കിട്ടും, ഇതിങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ. So definitely ഹൈബ്രിഡ് ആണ്. ഈ എയുടെ സുരേഷിനോട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും ഗാങ് ആയിട്ട് ജോലി പോകുന്ന കാലമാണല്ലോ. അപ്പൊ ഈ എ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ആയിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളതാണോ അവസ്ഥ? പെർമനന്റ് ആയിട്ട് വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ കാലത്തിന് മാറണം. മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലാണ് ഈ പ്രോബ്ലം വരുന്നത്. ഇവിടെയുള്ള പല ആളുകളും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ തന്നെ 10-40 ആൾക്കാർ ചെയ്തിരുന്ന പണികള് ഇന്ന് 3-4 ആൾക്കാരെ വെച്ചോണ്ട് 6 മാസം കൊണ്ട് ചെയ്തിരുന്നത് 1 മാസം കൊണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പോ തീർച്ചയായിട്ടും ഇത് ജോലി കാര്യങ്ങളെ ബാധിക്കും. പെട്ടെന്ന് തന്നെ ആളുകൾ പഠിച്ച് അവരവരുടെ മേഖലകൾ കണ്ടെത്തിയില്ലെങ്കിൽ ജോലികളെ ബാധിക്കും. പറഞ്ഞതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് കുട്ടികൾ ജസ്റ്റ് ജൂനിയേഴ്സ് എന്ന് പറയുന്നവരുടെ കരിയർ ചേഞ്ച് ചെയ്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വർക്ക് ഫ്രം ഹോം കൊണ്ട് ഹെൽപ്പ് ചെയ്യില്ല. കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന എന്താണോ അതേ ജോലി അവർ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ അവർ അടുത്ത സ്റ്റേജിലേക്ക് ഉയരണമെങ്കിൽ അവർക്ക് ഇന്ററാക്ഷനും കമ്പനിയുമായിട്ടുള്ള ബന്ധവും വേണം. അത് വളരെ ഇമ്പോർട്ടന്റ്. ആ ഒരു കാര്യത്തിൽ ഇവരുടെ കരിയർ സ്കെയിൽ ചെയ്യണമെങ്കിൽ 100% വർക്ക് ഫ്രം ഓഫീസ് തന്നെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തോണ്ടിരിക്കാം. മോഡൽ ചെയ്യണമല്ലോ, എനിക്ക് ഇന്നാരെ പോലെ ആവണം, അല്ലെങ്കിൽ എന്റെ മാനേജർ ഇത് ചെയ്യുന്നത് പോലെ എനിക്ക് ആ ലെവലിലേക്ക് എത്തണം എന്ന് പറഞ്ഞൊരു വിഷ്വലൈസേഷൻ വരണ്ടേ. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണകൾ വരുന്നത്. ഓക്കെ, എനിക്ക് ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് എന്റെ ലാഡർ അടുത്ത ലെവലിലേക്ക് പോകാൻ എന്തൊക്കെ സ്കില്ല് എനിക്ക് വേണം, മറ്റേ ആൾ എന്നിൽ നിന്ന് എങ്ങനെയാണ് എന്റെ സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആള് വ്യത്യസ്തനായിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന ഇന്ററാക്ഷൻ അത്യാവശ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ ഇന്ററാക്ഷൻ നടത്തുമ്പോൾ അവിടെ ഒരു ടാസ്ക് തീർക്കൽ മാത്രമല്ല, ഈ പറയുന്നവർക്ക്
നമുക്ക് സാധാരണഗതിയിൽ തന്നെ ഒരു 25 to 26 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ബന്ധം ഉണ്ടാക്കിയെടുക്കുക, ഒരു ഇമോഷണൽ കണക്റ്റ് ഉള്ള റിലേഷൻസ് ഉണ്ടാക്കുക, ഫ്രണ്ട്ഷിപ്സ് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്നവരെല്ലാവരും എനിക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ പ്രോജക്റ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അന്വേഷിക്കുന്നുണ്ട്, ഞാൻ ലേൺ ചെയ്യുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. എനിക്കൊരു പേഴ്സണൽ ട്രബിള് വന്നു, ഞാൻ ആരോട് സംസാരിക്കും? എൻ്റെ വീട്ടിലൊരു ഇഷ്യൂ വന്നു, പോയി ചോദിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ലാത്തൊരു ഇമോഷണലായിട്ട് ആൻസർ തരില്ല. ഇമോഷണൽ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. ചോദിക്കുമ്പോ ഒരു ഡിപ്രഷൻ ആണെന്നോ ആങ്സൈറ്റി ആണെന്നോ ബൈപോളർ ഡിസോർഡർ ആണെന്നോ പേഴ്സണാലിറ്റി പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയഗ്നോസിസും കൂടെ തരും. ഇതും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇത് റിവൈവ് ചെയ്ത് വരാനും ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും. മാം പറഞ്ഞ പോലെ ഇപ്പം കുറെ ആൾക്കാർ ഓഫീസിൽ പോയിട്ടാണ് അവർ ഓരോ കണക്ഷൻസ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു സോഷ്യൽ, ഞാൻ പേഴ്സണലി കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള ആളാണ്. സോ ഐ വുഡ് പ്രിഫർ ഹൈബ്രിഡ്, പക്ഷെ ഐ വുഡ് മോർ പ്രിഫർ ഓഫ് വർക്ക് ഫ്രം ഓഫീസ്. ബിക്കോസ് നമ്മളൊരു കമ്പനിയിൽ കയറുവാണ്, ഒരു എംപ്ലോയി ആയിട്ട് കയറുവാണ്. ആസ് എൻ എംപ്ലോയി വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ബി സിൻസിയർ. നമ്മൾ വർക്ക് ഫ്രം ഓഫീസ് ആണെങ്കിലും വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നമ്മൾ എത്ര സിൻസിയർ ആണോ കമ്പനീനോട്, ആ കാര്യം മാറ്റർ ചെയ്യുന്നു. ഇപ്പം മാം പറഞ്ഞു, ഇപ്പം 9 o'clock മീറ്റിംഗിന് 8:55 എണീക്കുന്ന കാര്യം അതൊരു ദിവസമേ ഉള്ളൂ. പക്ഷെ ഞാൻ മാം പറഞ്ഞ പോലെ നമുക്ക് ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഓരോ കാര്യം കൊളാബറേറ്റ് ചെയ്യാനും കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാനും, അതേപോലെ സാറ് പറഞ്ഞ പോലെ നമുക്ക് ലാഡർ സ്റ്റെപ്പ് കരിയർ നമ്മളിപ്പോൾ ഫ്രഷറായിട്ട് കയറുവാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഒരു ട്രെയിനിങ് പീരീഡിൽ നമുക്ക് എന്തായാലും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സാർ ഇങ്ങനെ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മള് വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത് എങ്കിൽ നമുക്കിപ്പോ ട്രാവൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ടൈം കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയർ ആണ്. അപ്പൊ അത് ചിന്തിക്കുമ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ അത് എൻവയോൺമെന്റലിനെ മാത്രം നോക്കുന്ന ഒരു കാര്യമല്ല, എക്കണോമിക്കലിയും സോഷ്യലിയും നോക്കണം. സോ അതെങ്ങനെയാണ് ഒരു വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞത്, നമ്മൾ ബേസിക്കലി നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം സൊസൈറ്റിയിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. നമ്മൾ ബേസിക്കലി നമ്മൾ എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം അതൊന്നും നമ്മൾ പഠിക്കില്ല സ്കൂളിൽ. അപ്പോൾ ഇതുകൊണ്ട് വർക്ക് ലെവലിൽ വരുമ്പോൾ ഇതൊക്കെ വളരെ ഒരു എൻട്രൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി അവിടെ വേണ്ടത് ഒരു പക്ക ട്രെയിനിങ് കമ്പനീസ് കൊടുക്കണം. അപ്പോൾ അവർക്ക് വർക്ക് ലൈഫ് ഹോം ആയാലും അവർക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവണം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. ഈ സാധാരണഗതിയിലെ ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അവർക്ക് ഒരുപാട് സമയം കിട്ടുന്നു. അങ്ങനെ സമയം കിട്ടുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത് അങ്ങനെ ഒരു ഇല്യൂഷൻ ഉണ്ട്, അവർക്ക് കുറെ സമയം കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു അതുപോലെ ക്വാളിറ്റി ടൈം, ഫാമിലി ടൈം ഒരുപാട് കിട്ടുന്നത്, ഇതൊക്കെ ഒരു ഇല്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്ക് വർക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷേ ഫാമിലി ടൈമിന്റെ പക്ഷേ ക്വാളിറ്റി ടൈം ആണോ അത്? അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ അവര് ഫാമിലി ടൈം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനകത്ത് ഒരു മിഷനായിട്ട് മാറുകയാണ്. മിഷൻ ഫാമിലി ആൻഡ് കമ്പനി എന്ത് കോംപ്രമൈസ് ചെയ്യണം താങ്കളുടെ അഭിപ്രായത്തിൽ? ബാലൻസ്ഡ് ആയിട്ട് പോവാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ അങ്ങനെ പറ്റാറില്ല. പറ്റുന്ന ആൾക്കാരുണ്ടാവാം. മിക്കവാറും വർക്ക് ഫ്രം ഹോമിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും അത് സാധിക്കാറില്ല എന്നുള്ളതാണ് എന്റെ ഒരു അല്ല, അതിലൊരു പ്രധാന പ്രശ്നമുള്ളത് നമ്മൾ ഈ വീക്കെൻഡ് എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതെങ്ങനെ ഈ വർക്ക് ഫ്രം ഹോമിൽ കിട്ടുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഓൾവേസ് വീട്ടിലുണ്ട്. നമ്മള് വെള്ളിയാഴ്ച വൈകിട്ട് ഒരു ഫീൽ ഇല്ല. ഞാൻ ഇവർക്ക് താങ്കളുടെ ഒരു അനുഭവത്തിനാണല്ലോ, ഈ ഇവർക്ക് എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ടോ? ഇല്ല, കാരണം എന്ന് പറഞ്ഞാൽ ഓൾവേസ് വീട്ടിലുണ്ട്. മാക്സിമം പറ്റുന്ന ഒരു സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തു പോവുക. ഇതെന്ന് പറയുന്നത് നമ്മളൊരു വീക്കെൻഡ് എന്ന് പറഞ്ഞ് ഇപ്പൊ വീക്കെൻഡ് എന്ന് പറയുന്നതാണ് ലോകത്തിൽ എല്ലായിടത്തും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ. അതിന്റെ കാരണം എന്താ, 5 ദിവസം അവർ ഫുൾ ടൈം ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ശനി ഞായർ അവരുടെ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഫാമിലി ടൈമാണ്. ഇതിപ്പോ മാഡം പറഞ്ഞതുപോലെ എല്ലാ ദിവസവും രാത്രി 12 മണി വരെ ഓഫീസ് ടൈം ഇല്ല, വീക്കെൻഡ് ഇല്ല, ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നു. താങ്കളുടെ എനിക്ക് ഈ വർക്ക് ഫ്രം ഹോം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. വേറെ ഏതൊക്കെ കള്ളത്തരം ഉണ്ട് ഇതിനകത്ത്? കള്ളത്തരം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവര് കള്ളത്തരം കാണിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രശ്നം കാണിക്കുന്നത് അവരുടെ കരിയറിനോട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാരണം നമ്മളിപ്പോ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ഒരു അസ്ഥികൂടം വെച്ചിട്ട് അപായം തുടരുന്ന രീതി കാണിക്കത്തില്ലേ? അതുപോലെ ഒരു സാധനം അവരോട് പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്ക് ഇനി കാണാം. കാരണം അവരുടെ കരിയറാണ് ലാപ്സ് ആക്കുന്നത്. അതുകൊണ്ട് അവരുടെ കരിയർ കില്ല് ചെയ്യപ്പെടും. കരിയർ 100% കില്ല് ചെയ്യപ്പെടും. കാരണം AI ഇനിയിപ്പോ സോഫ്റ്റ്വെയർ ഡെവലപ്പറിനെ ആവശ്യമില്ല. കാരണം എന്ന് പറയാൻ നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജി ആവശ്യമാണ്. നല്ലൊരു ടെസ്റ്ററെ ആവശ്യമില്ല. കാരണം പക്ഷേ നല്ലൊരു ബിസിനസ് ഇൻസൈറ്റ് ഉള്ള ആളുകളെയാണ് ഇനി ആവശ്യം. ആ ഇൻസൈറ്റ് വേണമെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങണം. അല്ല വീട്ടിനകത്തിരുന്ന ഒരിക്കലും കാര്യമില്ല.
അപ്പം ഇതാണ് ഇന്റഗ്രിറ്റിയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയണം. നേരത്തെ പറഞ്ഞല്ലോ ലൈറ്റിംഗ് അങ്ങനെയുള്ള ഇഷ്യൂസ്. നമ്മൾ പുഴയിലൂടെ നടന്നു പോകുമ്പോൾ സ്വർണ്ണമാല അവിടെ കിടക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് ആരും കണ്ടോ നോക്കിയിട്ട് വേണം പോക്കറ്റിടാം, ഇല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി തിരികെ കൊടുക്കാം. ധാർമ്മികത ഉത്തരവാദിത്തപ്പെട്ടത് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും മടക്കി കൊടുക്കാനേ ശ്രദ്ധിക്കുള്ളൂ. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മളൊരു മൂൺ ലൈറ്റിങ്ങിന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു വർക്ക് ചെയ്യാതെ അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴോ ഒക്കെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈബ്രിഡ് എന്ന മോഡലാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ എല്ലാവരും അംഗീകരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓഫീസിലേക്ക് മടങ്ങി എന്താ കുഴപ്പം? ഫുള്ളായിട്ട് ഓഫീസിലേക്ക് വേണം. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതായത് ESG, നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലം, ട്രാഫിക് പ്രോബ്ലം, ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ഉണ്ടായിരുന്നല്ലോ. അല്ല, ഇത് 5 ദിവസം പോകുമ്പോഴും 2 ദിവസം പോകുമ്പോഴും വ്യത്യാസമുണ്ടല്ലോ. ആ വ്യത്യാസം നമുക്ക് ലാഭിക്കാം. അത് കമ്പനിയെ സംബന്ധിച്ച് ആലോചിക്കുന്നത് കമ്പനി അടക്കാൻ തീരുമാനിച്ചോ? നമ്മള് ഇപ്പൊ ഇതെല്ലാം പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സുകൾ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ വർക്ക് ഫ്രം ഹോം, എനിക്ക് ജീവിതകാലം മുഴുവൻ വർക്ക് ഫ്രം ഹോം വേണം എന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ കമ്പനിയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ അവിടേക്ക് ആ ടീമിൽ വേറെ ആരും വരുന്നില്ല, സോ നിങ്ങളും വർക്ക് ഫ്രം ഹോം പൊക്കോളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ പേഴ്സണൽ ആയിട്ട് ചോയ്സ് കിട്ടുന്നതും ചോയ്സ് കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ പേഴ്സണൽ ആയിട്ട് ചോയ്സ് കിട്ടുന്ന ആളുകൾ, ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നാട്ടിലിരിക്കണം, നാട്ടുകാരായിട്ട് ബന്ധങ്ങൾ പുലർത്തണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഇരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇനി അതല്ല, കൊച്ചിയിൽ പോകണം അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം, എനിക്ക് അവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൊച്ചിയിൽ വരണം, അതുപോലെ തന്നെ ബാംഗ്ലൂർ പോകണം. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ ചോയ്സിന്റെ ഭാഗമാണ്. നമ്മൾ അല്ലാതെ ഒരിക്കലും ഭയങ്കര നിർബന്ധിച്ചിട്ട് ഒരാളെ നമ്മൾ എന്തെങ്കിലും ഓഫീസിൽ വരണം എന്ന് വിളിച്ചു വരുത്തുന്നതും അതുപോലെ നിർബന്ധിച്ചിട്ട് ഒരാളെ അങ്ങനെ ആളുകൾ വരാതിരിക്കുന്നുണ്ടോ? വിളിച്ചാൽ വരാത്ത ആളുകളുണ്ട്. അവരെന്താ കാരണം പറയുന്നത്? ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ ഈ സെക്യൂരിറ്റി ബ്രീച്ച്, പിന്നെ ഡേറ്റ തെഫ്റ്റ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനത്തെ ഡിപ്പെൻഡൻസീസ് വരുന്ന പ്രോജക്റ്റുകളുണ്ട്. നമ്മൾ ഈ ക്ലയന്റിന്റെ എൻവയോൺമെന്റിനകത്ത്, ക്ലയന്റ് വരുന്ന എൻവയോൺമെന്റിനകത്ത് മാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളും നമ്മളുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ഉപയോഗിച്ച് പറ്റുന്ന പ്രോജക്റ്റുകളുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. ഇവരെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി തീർക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കി വേണ്ടു. അല്ലാതെ ഡെയിലി കണ്ടിന്യൂസ് മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഇവര് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇല്ല, ഒരാളുടെ പരിശോധനയുണ്ടോ? ഇല്ല. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഹൈബ്രിഡ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം കാണുന്നത്. ഹൈബ്രിഡ് എന്നുള്ളത് വീട്ടിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. ഞാനും ചില സമയത്ത് എന്ത് ചെയ്യും, ഞാൻ ട്രാവൽ ചെയ്യും, ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് വർക്ക് ചെയ്ത് ഒരാഴ്ച ഇരുന്ന് അങ്ങനെ വർക്ക് ചെയ്യാറുണ്ട്. ഓഫീസിലാണ് സ്ട്രെസ് എങ്കിൽ അങ്ങനെ ഒരു മാറിയിരിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അല്ലാതെ വീട്ടിലിരുന്ന് വീടിനുള്ളതായിട്ട് യൂസ് ചെയ്യാണ്. ഓഫീസ് പൊതുവെ ഈ പണി സ്ട്രെസ് ഉള്ളതല്ലേ? അതായത് ഓഫീസിൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇമോഷണൽ കണക്ഷന്റെ കാര്യം പറഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നത് ഈ അംഗം ഒരുപാട് എംപ്ലോയീസിനെ കൊണ്ടു നടക്കുന്ന ആളാണല്ലോ. ഈ സ്ട്രെസ് ഇങ്ങനെ ഒരു ശരാശരി ഇപ്പൊ ഉള്ളവരെ നിന്നാലേ എത്ര വയസ്സുകൊണ്ട് അടിച്ചു പോകും മിക്കവാറും? അത്ര സ്ട്രെസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പുതിയൊരു ടേം വന്നിട്ടുണ്ട്, സ്റ്റേക്കേഷൻ. എന്താ അതിന്റെ അർത്ഥം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷനൊപ്പം തന്നെ വേറൊരു സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യുക, അതിനൊപ്പം തന്നെ ജോലിയും ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും മൊബൈലും ലാപ്ടോപ്പ് കൊണ്ടുപോകരുത്. മൊബൈൽ ലാപ്ടോപ്പ്. അപ്പൊ എല്ലാവർക്കും ചേഞ്ച് ആവശ്യമാണ് എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സീരിയസ്ലി. അവർക്ക് വീടും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിയും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന് ഉറക്കവും കിട്ടുന്നില്ല. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാണ്ടായി പോകും. ഇപ്പൊ ഈ പറയുന്ന പോലെ വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിലുള്ള സാധാരണക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് IT പ്രൊഫഷണൽ പുരുഷന്മാരെ പറ്റി പറഞ്ഞു, അവർക്ക് പോകണമെന്ന് തോന്നുമ്പോൾ ഇറങ്ങി പോകാനും വേറൊരിടത്ത് പോയിരുന്ന് വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് കുട്ടികൾ ഉണ്ടാവണം, വീട്ടിലെ ജോലി ചെയ്യണം. വീട്ടിലൊരു കറി കുറഞ്ഞു പോയാൽ നീ വീട്ടിൽ ഇരുന്ന് വെറുതെ പണിയെടുക്കൂലേ, എന്തുകൊണ്ടാണ് മര്യാദക്ക് ഇത് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം അമ്മായിയമ്മ മുതൽ ഇങ്ങോട്ടുള്ള സർവ്വ മനുഷ്യരുടെ കയ്യിൽ നിന്നും വരും. എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന അവൾ 24 മണിക്കൂർ മുറിക്കകത്ത് കയറി ഇരിക്കുകയാണ്, വീട്ടിലെ ഒരു കാര്യവും നോക്കൂല, ഇങ്ങനെയൊക്കെ ഉള്ള കമന്റ്സ് എല്ലാ സൈഡിൽ നിന്നും വരും. സോ മറ്റത് രാവിലെ നമ്മൾ ഇറങ്ങിപ്പോയാൽ പോകുന്ന സമയത്ത് വീട്ടിൽ പണി ചെയ്യുന്നു, തിരിച്ച് ഈ കമന്റ് നടക്കൂല എന്ന് പറയുന്നത് ഒരു നടക്കാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മുടെ അടുത്തൊന്നും അങ്ങനെ നമ്മൾ അമ്മയോമാര് ആക്ച്വലി അവള് വർക്ക് ചെയ്യാണ്, അവളെ ഡിസ്റ്റർബ് ചെയ്യുന്ന പറയുന്ന ഫാമിലികളും ഉണ്ട്. അല്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അല്ലാതെയും കഷ്ടപ്പെടുന്ന സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ്. ഞാനൊരു സ്റ്റുഡന്റ് ആണ്, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഇഷ്ടം പോലെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് പേടിയായോ? ഇല്ല. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഞാനെല്ലാം ഡെഡ് ലൈൻസിന് തൊട്ട് മുമ്പാണ് ചെയ്തു തീർക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു ടാസ്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്ക് അത് എത്ര നേരം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും.
അതെ അതെ. ഞാനും നാഗണൂടെ ഈ 8 മണിക്കൂർ കണ്ടിന്യൂസ് ജോലി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കറിയാം എന്റെ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ എനിക്ക് എത്ര നേരം കൊണ്ട് ആ ടാസ്ക് തീർക്കാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും വർക്ക് ഫ്രം ഹോമിലേക്കായിരിക്കും കൂടുതലായിട്ട്. താങ്കളുടെ സംശയം എന്താ? പക്ഷേ ഓഫീസിൽ ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ഓഫീസിൽ ഫുൾ ടൈം വർക്കിംഗ് അല്ല, കുറെ സമയം നമ്മൾ ഇന്ററാക്ഷൻ ആയിരിക്കും കൊളീഗ്സിന്റെ അടുത്ത്. 8 മണിക്കൂർ 9 to 6 കംപ്ലീറ്റ് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന പരിപാടി ഇല്ല ശരിക്കും. നമ്മളും അടുത്തുള്ള കൊളീഗ്സ് സംസാരിക്കുന്നു, താഴെ ചായ കുടിക്കാൻ പോകുന്നത് ഇതിന്റെ ഭാഗമാണ്. ക്ലബ്സും അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ടല്ലോ, സോഷ്യലൈസേഷൻ. താങ്കൾക്ക് നല്ലൊരു എംപ്ലോയി വേണോ? റെഡിയാ? നമുക്ക് നോക്കാം. ഞാനും സ്റ്റുഡന്റ് ആണ്, മുത്തൂറ്റിൽ പഠിക്കുന്നത്. ഐ എം ഫ്രം 3rd year. അപ്പം ലാസ്റ്റ് മന്ത് ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇവിടെയുള്ള എല്ലാവരും ദേ ഓൾ വർക്ക് ഇന്റേൺഷിപ്പ് ഓർ ലൈക്ക് വർക്കിന് പോയിട്ടുണ്ട്. സോ ഞാൻ സാറ് പറയുന്നതിന്റെ ഒപ്പമാണ് കുറെ കൂടെ യോജിക്കുന്നത്. സോ നമ്മൾ ബേസിക്കലി അങ്ങനെയല്ല, സാറ് പറഞ്ഞ യോജിക്കുന്ന നമ്മൾ എഡ്യൂക്കേഷൻ എന്തിനാ നേടുന്നത്? ടു ഗെറ്റ് നമ്മൾ ഹയർ ക്വാളിഫിക്കേഷൻസ് നേടാനാണ്. നമ്മൾ എത്ര നാള് നമ്മൾ ഒരേ സ്റ്റാൻഡിൽ നിന്ന് വർക്ക് ചെയ്യും? ലൈക്ക് അപ്പം നമ്മളൊരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ലൈക്ക് ഓക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു ടീം കൊളാബറേഷൻ, ടീം വർക്ക്, അങ്ങനെ നമ്മൾ ടീം ലീഡ് ആവുന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പിന്നെയും സെലക്ട് ആവുന്നു. ദറ്റ്സ് ലൈക്ക് എ പ്രോഗ്രസ്. അപ്പോൾ വെൻ ഐ വർക്ക്ഡ് ഇൻ എൻ ഓഫീസ് ഐ അണ്ടർസ്റ്റുഡ്. പിന്നെ സാറ് പറഞ്ഞ പോലെ 8 hours ഫുൾ അങ്ങനെ നമ്മൾ ഇരിക്കില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സംസാരിക്കും, ഇങ്ങോട്ട് സംസാരിക്കും, അപ്പോഴേക്കും ചായ കുടിക്കാൻ സമയവും. നമ്മൾ ചായ കുടിക്കും. ഇതൊരു അത് വേറൊരു കൾച്ചറാണ്. പിന്നെ മാം പറഞ്ഞ പോലെ ആഫ്റ്റർ പ്രിറ്റി മച്ച് ഒരു 25-26 years നമുക്കൊരു സോഷ്യൽ കണക്ഷൻ ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരും, ബിക്കോസ് ഓഫ് ദ വർക്ക് പ്രഷർ ഓർ ലൈക്ക് ദ വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ ഞാൻ പറയുന്നത് വിത്തിൻ ദിസ് ടൈം നമുക്ക് പറ്റാവുന്ന ലൈഫ് സ്റ്റൈൽ, ഇഫ് യു ആർ ഹെൽത്തി നൗ, ഇപ്പം നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള എക്സ്പെൻസ് ഉണ്ട്, ഇഫ് യു ആർ ഹെൽത്തി ആൻഡ് എവറിത്തിങ്, I would definitely prefer work from office itself, because I think അതാണ് കുറച്ചും കൂടെ. ചിലപ്പം ഈ ടോക്സിക് വർക്ക് കൾച്ചർ ഉള്ള അങ്ങനത്തെ പ്ലേസസും ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെയുണ്ട്, ബട്ട് then you can always choose your life, right? മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്ന കുറച്ച് 55 മിനിറ്റ് ഒക്കെ 45 മിനിറ്റ് ഒക്കെ ജോലി ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നടക്കണം, ഇതുപോലെ നടക്കൂ? നമ്മൾ വളരെ ഡെഫിനറ്റ്ലി പോസിബിൾ. ഇല്ല, നമുക്കൊരു ടാസ്ക് ഒറ്റ ഇരിപ്പിൽ എത്ര മണിക്കൂർ ഇരിക്കും? മേജർ ടാസ്ക് ആണ് ഒരു 2-3 hour നമ്മൾ ഇരിക്കും. ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാം സ്കിൽ സിറ്റിംഗ് ആണെങ്കിലും നമ്മൾ നോക്കുമല്ലോ. വർക്ക് ഫ്രം ഓഫീസിൽ ഉണ്ടാവില്ല. ഞാൻ പറയുക, ഇപ്പൊ വർക്ക് ഫ്രം ഓഫീസിലാണെങ്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാൻ പറയാൻ പറ്റുമോ? നമ്മൾ വർക്ക് ഫ്രം ഓഫീസിലാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് നോക്കും. എനിക്ക് തോന്നുന്നു വർക്ക് ഫ്രം ഓഫീസിൽ വരാൻ നേരത്തെ ഇപ്പൊ അടുത്തിരിക്കുന്ന ആൾക്ക് മീറ്റിംഗ് ആണ്, ചിലപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ മിസ് ഔട്ട് ആവും. അതായത് ആൾക്കാരടുത്തിരുന്ന് വേറെ മീറ്റിംഗ്സ് കൂടും, അവരുടെ സംസാരം വരും. പിന്നെ നമ്മളൊരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ചായ കുടിക്കാൻ പോവാം. അങ്ങനത്തെ ഒക്കെ ഡിസ്ട്രാക്ഷൻസ് കൂടുതലായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്കിന് ഇരിക്കും. ചായ കുടിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രെയിൻ സ്റ്റോമിങ് സംഭവിക്കുന്നത്, ക്രിയേറ്റിവിറ്റി നടക്കുന്നത്, ഐഡിയാസ് പിച്ചിങ് നടക്കുന്നത്. നീ ഇപ്പം നമ്മുടെ AI വന്നോടുകൂടി സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ ജോലി കംപ്ലീറ്റ്ലി പോകുന്ന ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ AI ടൂൾസ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഒബ്വിയസ്ലി ദർ ഇസ് ലൈക്ക് നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പൊ നമ്മള് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജോലി സ്ഥിരമായിട്ട് എത്ര കാലം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം ലൈക്ക് ഇപ്പം എന്റെ കാര്യമൊക്കെ പറഞ്ഞ എഗെയിൻ ഞാനൊരു ഭയങ്കര സോഷ്യൽ പേഴ്സൺ ആണ്. എനിക്കിങ്ങനെ ആൾക്കാരോട് മിണ്ടാനും പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ യുനോ എഗെയിൻ ഒരു ബിസിനസ് രീതിയിലോട്ട് സാറ് പറഞ്ഞ പോലെ പോവാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പം വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുവാണെങ്കിൽ എനിക്ക് ആ ഒരു സ്കിൽസ് എങ്ങനെ വേണം, എന്താ പറയുക, കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എംപ്ലോയീസിനോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഐ തിങ്ക് ഒബ്വിയസ്ലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ വർക്ക് ഫ്രം ഓഫീസ് ആയിരിക്കും. ഈ വർക്ക് ഫ്രം ഓഫീസ് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാനൊരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ വേറൊരു സെറ്റ് ഓഫ് ഇന്റേൺസ് ഉണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട് വി ഡു സ്ക്രീൻ ഓഫ് ആക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അല്ലെ മുകളിൽ പോയി ഒരു കാപ്പി കുടിക്കുക, തിരിച്ചു വരിക, അതാണ് ബ്രേക്ക്. പക്ഷേ നൗ അവര് തൽക്കാലം എല്ലാം കുറച്ച് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക, അതായത് ഒരു വർക്ക് ഫ്രം ഹോം പോലെ ആവുമ്പോൾ മോർ ലൈക്ക് ആ ബ്രേക്ക് എടുക്കുന്ന സമയം നമ്മൾ ഫോണിൽ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യായിരിക്കും. അപ്പൊ നമ്മുടെ കണ്ണിനൊരു ബ്രേക്ക് ഇല്ല. സോ ഇറ്റ്സ് മോർ ഹാർംഫുൾ ഫോർ അസ്. അപ്പൊ കൂടെ പരിചയമുള്ള ആൾക്കാരും ഇന്ററാക്ഷനും വരികയാണെങ്കിൽ സ്ക്രീൻ ടൈം കുറയും. ഹെൽത്തിന് ഇറ്റ് ഹെൽപ്സ് ഇഫ് വി ആർ വർക്കിംഗ് ഇൻ ദി ഓഫീസ്. കൂടുതൽ സോഷ്യൽ ഇന്ററാക്ഷൻ. സുരേഷ് ജോലി ചെയ്ത കാലത്ത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു? അന്ന് കോവിഡ് ഉണ്ടായിരുന്നില്ല, വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നില്ല. ഇതൊരു ചോയ്സ് ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ?
വീട്ടിൽ നിന്ന് പണിയെടുത്തിരുന്നെങ്കിൽ അതായത് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നമുക്ക് അന്നത്തെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന കാലഘട്ടമല്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഇതിന്റെ സാധ്യത, ഇത് ചോയ്സ് ആയിരിക്കണം. എനിക്ക് വർക്ക് ഫ്രം ഹോം എടുക്കാൻ എനിക്ക് മേ ബി എന്റെ വീട്ടിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ല അങ്ങനെ ഒരു കണ്ടീഷനാണ്. എനിക്ക് വർക്ക് ഫ്രം ഹോം ചൂസ് ചെയ്യാം, അല്ല പല കമ്പനികളും കൊടുക്കുന്നുണ്ട്, ചൂസ് ചെയ്യാം. പക്ഷെ ഇതിൽ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നത്, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയണതാണ്. നമുക്ക് രാവിലെ നമ്മളൊരു ഹൈബ്രിഡ് മോഡലിൽ കുറച്ച് ആൾക്കാർക്ക് വർക്ക് ഫ്രം ഹോം കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ വിളിക്കും, സാറ് തീരെ സുഖമില്ല, പനിയാ, വർക്ക് ഫ്രം ഹോം എടുക്കട്ടെ. അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് എനിക്ക് പനി എണീക്കാൻ വയ്യ, വർക്ക് ഫ്രം ഹോം എടുക്കട്ടെ. എന്റെ ഓഫീസിൽ ഡ്രൈവർ മാത്രമേ വർക്ക് ഫ്രം ഹോം ഒരു കാര്യം കൂടി, ഡ്രൈവർ മാത്രമേ വർക്ക് ഫ്രം ഹോം ചോദിക്കാത്ത ആളുള്ളൂ, അവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന് മിസ്യൂസ് ഇല്ലേ, ആ മിസ്യൂസ് വരുമ്പോഴാണ് എന്റർപ്രണർ സ്ട്രഗിൾ ആവുന്നത്. അപ്പോഴാണ് ഒരു പരിധി വരെ ഓഫീസിലേക്ക് വരണം എന്ന് പറയുന്നതിന് ഒരു റീസൺ. കാരണം ഇവർക്ക് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് കിട്ടില്ല, സമയത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ചോയ്സ് ആയിരിക്കണം, എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ പൊട്ടൻഷ്യലും കുറയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ 5000 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എല്ലാം വർക്ക് ഫ്രം ഹോം ആണ്, ഇവരെ വഴി വെച്ച് കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. ഒരിക്കലും തിയേറ്ററിൽ വെച്ച് സിനിമ തിയേറ്ററിൽ വെച്ച് തള്ളു കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ച് താഴെ ഇട്ട് കഴിയുമ്പോഴേക്കും മുതലാളി ഇടിച്ച് താഴെ ഇട്ട്. കമ്മ്യൂണിക്കേഷൻ എല്ലാ രീതിയിലും ഇത് ആവശ്യമാണ്, ഇന്ററാക്ഷൻ വേണം, ഓഫീസിൽ വരണം, പക്ഷെ ഈ ഫെസിലിറ്റി യൂസ് ചെയ്യണം. ഒരു കരിയറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇവർ പറഞ്ഞതിന്റെ തൊട്ട് കുട്ടികൾ പറഞ്ഞ പോലെ സ്ട്രഗിളിംഗ് ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആക്ച്വലി ഇപ്പൊ ഒരു പ്രഗ്നന്റ് ലേഡിയെ പറ്റി നിങ്ങൾ നോക്കാം, അവരുടെ കരിയർ ബ്രേക്ക് ആവുകയാണ് ചില ടൈമിൽ. അങ്ങനത്തെ ഉള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു റീസ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരുപാട് ടൈം അവർക്ക് എടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരെ ഒന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമുക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ആസ് എ ഒരു ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ പറയാം, ഡേ ഫസ്റ്റ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ആൾ സ്ട്രഗിളിംഗ് ആണ്. അപ്പോൾ ഈ ടൈമിലെല്ലാം ഓഫീസിൽ വരണം. ഇനി ഇതില്ലാത്തൊരു മേഖലയിലേക്ക് നമ്മൾ പോയി നോക്കുവാണെങ്കിൽ ഒരു ടീച്ചർ, ആ ടീച്ചർ ഇപ്പം പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഡിവിഷനിലാണെങ്കിൽ അതിനുശേഷം ആൾ നടന്ന് ചിലപ്പോൾ കുഴിയിലായിരിക്കും അടുത്ത സ്കൂൾ വരിക. ഇപ്പോഴത്തെ സ്കൂളുകളൊക്കെ മികച്ച കേട്ടോ, എന്നാലും ഞാൻ പറഞ്ഞതാ, അങ്ങനെയാണെങ്കിൽ അവിടെ വരെ ട്രാവൽ ചെയ്ത ആൾ ചെയ്യണം. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഇല്ല, അവിടെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ചൂസ് നമ്മുടെ ഒരു ചോയ്സ് ആണല്ല. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഇപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ വരിക, കൂട്ടത്തോടെ ആൾക്കാരെ പിരിച്ചുവിടുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഓഫീസായാലും വർക്ക് ഫ്രം ഹോം ആയാലും. അപ്പോൾ ഈ അങ്ങനെയുള്ളൊരു സാധ്യത എങ്ങനെയാണ്? കൂടുതൽ ആൾക്കാർ ഹോം പ്രിഫർ ചെയ്യുന്നതാണോ, ഓഫീസ് പ്രിഫർ ചെയ്യുന്നതാണോ, അതൊരു ഹൈബ്രിഡ് മോഡലാണോ? ഏതാണ് താങ്കൾ എംപ്ലോയി ആംഗിൾ ആലോചിക്കുമ്പോൾ പ്രിഫർ ചെയ്യുക, നോട്ട് ഫ്രം എ മുതലാളി? അല്ല, എംപ്ലോയി ആംഗിളില് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കരിയറിൽ കൺസേൺ ഉണ്ടെങ്കിൽ അവര് ഓഫീസിൽ വരണമെന്ന് മാത്രമേ പറയൂ. കാരണം എന്താന്ന് പറയാ, അവരുടെ കരിയർ അടുത്ത ലെവലിലേക്ക് ഉയരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും അവര് എന്താണ് ആ എക്കോസിസ്റ്റം എന്ന് കണ്ടുപഠിക്കണം. അല്ലാതെ ഒരിക്കലും ഒരു വീട്ടിനകത്തിരുന്ന് ഫുൾ ടൈം ജോലി ചെയ്താൽ അവരൊരു പ്രൊഡക്ഷൻ മെഷീൻ മാത്രമല്ല, അവര് വളരില്ല. വീട്ടിൽ തന്നെ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവര് മാനസികമായിട്ടും ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ജനറേഷൻ്റെ സോഷ്യൽ ലൈഫ് വേണം എന്തായാലും. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആണല്ലോ ഈ രംഗത്ത്. എനിക്ക് 45-48 വയസ്സൊക്കെ ആകുമ്പോഴത്തേനെ ഇവർ ഒരു പരിവായി കഴിയും. കമ്പ്യൂട്ടർ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഇവർ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും കാര്യം? തീർച്ചയായിട്ടും നമുക്കൊരു ബാലൻസ് ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റി സെൻസ് ഉണ്ടാവണം, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ജോലി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്ക് കിട്ടുന്നത് ഇനീഷ്യൽ സ്റ്റേജസിൽ സാർ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഓഫീസിൽ പോകാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്, എപ്പോഴും അത് തന്നെയാണ് നല്ലത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ വളരെ കൃത്യമായ ഡിമാർക്കേഷൻ നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ വർക്ക് ലൈഫിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം, അസേർട്ടീവ് ആവാൻ പറ്റണം. 2 സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും ചെയ്താൽ മതിയല്ലോ, എൻ്റെ പണി ഞാൻ എപ്പോഴെങ്കിലും എടുത്താൽ മതിയല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, സോഷ്യലൈസ് ചെയ്യാൻ എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ അതൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. അവിടെ നമുക്ക് വർക്ക് ഫ്രം ഹോം മാത്രം ചെയ്യേണ്ടി വരുന്നവർ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം കണ്ടെത്തുകയും അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യേണ്ടുന്ന ആവശ്യകതയുണ്ട്. നമ്മളിവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുകയാണ്. പക്ഷേ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരാൾ മനസ്സിലാക്കുന്ന മൂല്യങ്ങളും ഒക്കെയാണ് ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ആ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾ വീടിൻ്റെ 4 ചുവരുകൾ വിട്ട് പുറത്തേക്ക് വരണം. അതൊരു IT എംപ്ലോയി ആയാലും കൊള്ളാം, നോൺ IT എംപ്ലോയി ആയാലും കൊള്ളാം. അപ്പോൾ ഒരു പുതിയ കാലത്തിൽ ഹൈബ്രിഡ് പരീക്ഷിക്കുമ്പോഴും നിങ്ങളൊരു സമൂഹ ജീവിയാണ് എന്ന കാര്യം മറക്കരുത്. ഗുഡ് ബൈ.